ഈ മഹത്തായ പരിപാടിയുടെ ഇന്നത്തെ വിഷയം, ഇന്നത്തെ ചർച്ച വിജയം ഈ വഴിയെ എന്ന ഒരു ശീർഷകത്തിലാണ്. ഒരു മനുഷ്യന്റെ ജീവിത വിജയം നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടെ ഉത്സാഹത്തോടുകൂടെ ഇബാദത്ത് ചെയ്യുന്നത് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ വിജയികളിൽ പെടുന്ന അവസ്ഥ ഇവിടുന്ന് യാത്ര പിരിയാൻ കഴിയണം. വിജയിച്ചോ ഇല്ലയോ എന്ന് കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത് മരണം സംഭവിക്കുന്നതിലൂടെയാണ്. മരിക്കുന്നവരെ സ്വർഗവാസികളിലേക്ക് പോകുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുകയും, എന്നാൽ മരണമാസന്നമാകുമ്പോൾ നരകവാസികളിൽ പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് കിതാബു അങ്ങനെ നരകവാസിയായി മാറുകയും ചെയ്യുന്ന ദുരനുഭവങ്ങൾ ഈ സമൂഹത്തിൽ കാണാമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ചുമുണ്ട്. ജീവിതകാലത്ത് ഒരുപാട് തിന്മകൾ ചെയ്ത് ജീവിച്ച് അവസാനം മരണം മോശപ്പെടും, അല്ലെങ്കിൽ നരകവാസികളിൽ പെടുന്ന പോലെ അവസാനിക്കും എന്നൊക്കെ വിചാരിച്ചു വെച്ചിരുന്ന പല ആളുകൾ സ്വർഗവാസികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയും അങ്ങനെ അന്ത്യശ്വാസം വലിക്കുകയും ചെയ്ത് രക്ഷപ്പെടുന്ന ആളുകളുമുണ്ട്. തിന്മയിൽ ജീവിച്ച് അവസാനം നന്മയിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ. അല്ലാഹു തആല ഹുസ്നുൽ ഖാത്തിമത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല സൗണ്ട് പോണേ, നല്ല കൂട്ടണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ ഒരു മാർഗത്തിലൂടെ സ്വാദാഇന്റെ വിജയിക്കുന്ന ആളുകളുടെ കർമ്മങ്ങൾ ചെയ്യുകയും അങ്ങനെ സആദത്ത് കൊണ്ട് ഖാത്തിമത്ത് ലഭിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മഹാനായ ശൈഖുന പൈവളിക ഉസ്താദിന്റെ ഉപ്പയായിരുന്ന, ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനവറുകൾ സാത്വികമായ ഒരു ജീവിതം പതിറ്റാണ്ടുകളോളം അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയും ദർസ് നടത്തുകയും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുകയും ചെയ്ത പണ്ഡിതൻ. കാരണം വെറും പാണ്ഡിത്യമല്ല വിഷയം. ليس العلم بكثرة الدراية ولا بكثرة الرواية. علم എന്ന് പറയുന്നത് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതനുസരിച്ച് ഒരുപാട് ഹദീസിന്റെ ഉദ്ധരണികൾ ഉദ്ധരിക്കലല്ല, ഖുർആൻ ഓതൽ മാത്രമല്ല, കുറെ ഹദീസോ ചരിത്രങ്ങളോ പാരായണം പറയലല്ല, കുറെ മുതഅല്ലിമീങ്ങൾ ഉണ്ടാവലല്ല. അത് മാത്രമല്ല ഇൽമ്. അങ്ങനെയൊക്കെ ഒരുപാട് 100ഉം 200ഉം ഒക്കെ വിദ്യാർത്ഥികൾ ദർസിൽ പഠിക്കുന്ന അവസ്ഥകളുണ്ട്. അങ്ങനത്തെ മുദരിസുമാരുണ്ടാകാം. അല്ലാഹു അവർക്കൊക്കെ ഖൈറു ചെയ്യട്ടെ. പക്ഷേ അവരിൽ നന്നായി അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളായി വരുന്നത് വലാകിന്നഹു മാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിനുള്ളിലേക്ക് അല്ലാഹു നൽകുന്ന ഒരു സൗഭാഗ്യമുണ്ട്.
അതാണ് ഇൽമെന്ന് പറയുന്നത്. ഒരുപാട് ആലിമീങ്ങളുടെ രൂപവും ഭാവവുമുള്ള കുറെ ആളുകൾ ജീവിച്ചിരിക്കുന്ന ലോകമാണിത്. അതിനിടയിൽ മഹാനായ പൈവളിക ഉസ്താദിനെ പോലെ പ്രഗത്ഭമായ ഒരു ജീവിതം കാണിച്ചു കൊടുത്ത് മഹാനായ ശംസുൽ ഉലമയുടെയും മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെയും ഒക്കെ വറഉള്ള സൂക്ഷ്മതയുള്ള ജീവിതം. കാരണം ഇൽമ കൊണ്ട് അമലില്ലെങ്കിൽ എന്ത് ഫലം? അമലില്ലാത്ത ഇൽമ കൊണ്ട് എന്ത് ഫലം? അമലുണ്ടെങ്കിൽ ആ ഇൽമിന് കിട്ടുന്ന മഹത്വം എത്രയാണ്? ഉലമാഇനും മുതഅല്ലിമീങ്ങൾക്കും പ്രപഞ്ചത്തിലെ സർവ്വതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആ ഒരു സൗഭാഗ്യം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാനായ പൈവളിക ഉസ്താദ് അവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുള്ള മഹാനായ ശൈഖുന അവരുടെ മോനാണ്. അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വഫാത്തായ മഹാനുഭാവൻ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പരലോക വിജയവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ വഴിയാണ് വിജയത്തിന്റെ വഴിയിലേക്കുള്ള ആദ്യപടി ഇൽമ് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ആ വിജ്ഞാനത്തിന്റെ യാത്രയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ആ യാത്രയുടെ ഭാഗമാണ് ഈ ഇൽമിന്റെ മജ്‌ലിസിലേക്ക് നമ്മൾ. വിജയം വരുന്നത് ഇൽമിലൂടെയാണ്, അമലിലൂടെയാണ്. ഇൽമും അമലും വേണം. ഇൽമും അമലും വേണം. إنما يخشى الله من عباده العلماء. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിച്ച ആലിമീങ്ങളാണത്രേ. അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിച്ചവരാണത്രേ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത്. അല്ലാഹുവേ, നിന്നെ ഭയപ്പെടാനുള്ള ഇൽമും നിന്നെ ഓർത്ത് കരയാനുള്ള കണ്ണും നിന്നെക്കുറിച്ച് ഓർക്കുന്ന മനസ്സും നിനക്ക് പ്രകീർത്തനങ്ങൾ പറയുന്ന നാവും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൗഭാഗ്യങ്ങൾ ഒരു സത്യവിശ്വാസിക്ക് അലങ്കാരമാണ്. ഖൽബുൻ ശാകിറുൻ വലിസാനുൻ ദാകിർ. ദിക്ർ ചൊല്ലുന്ന നാവും അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന ഹൃദയവും. അതുകൊണ്ട് വിജയത്തിന്റെ വഴിയിലേക്ക് നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പോ ആദ്യം വേണ്ടത് അല്ലാഹുവിനെ സംബന്ധിച്ചറിയണം. എന്തിന് ഞാനിവിടെ വന്നു? ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്? ഞാൻ എന്തിന് ജീവിക്കുന്നു? ആരോഗ്യവും ആയുസ്സും സൗഭാഗ്യങ്ങളും അല്ലാഹു തന്നേക്കാം. ഒരുപക്ഷെ അല്ലാഹു പരീക്ഷണങ്ങൾ തന്നേക്കാം. സമ്പത്തില്ലാതെ ജീവിക്കുന്നവർ, ആരോഗ്യമില്ലാതെ ജീവിക്കുന്നവർ, കഷ്ടപ്പാടിൽ ജീവിക്കുന്നവർ, എന്തിനല്ലാഹു എന്നെ ഇങ്ങനെ പരീക്ഷിച്ചു? സമ്പത്തുണ്ടായി ജീവിക്കുന്നവർ, ജീവിതത്തിന്റെ സർവ്വ ആർഭാടങ്ങളും അനുഭവിക്കുന്നവർ, എന്തിനല്ലാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു? അതൊരു പരീക്ഷണമാണ്. സമ്പത്ത് സൗഭാഗ്യമായിട്ടല്ല നമ്മളോട് കാണാൻ പറഞ്ഞത്. സൗഭാഗ്യം എവിടെയാണ്? ഹബീബുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു ആർക്കെങ്കിലും സൗഭാഗ്യം നൽകുകയാണെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കാനുള്ള വിവരവും കഴിവും അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. അല്ലാഹുവിനെ സംബന്ധിച്ചറിയാനുള്ള, റബ്ബിനെ സംബന്ധിച്ചറിയാം. അവനെ പറ്റി പറയുമ്പോൾ കരയുന്നത്, അല്ലാഹുവിനെ പറ്റി പറഞ്ഞു കേൾക്കുമ്പോൾ കണ്ണുകൾ നനയുന്നത്, ഹൃദയം പേടിക്കുന്നത്, അതാണ് ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം. അതായിരിക്കണം നമ്മുടെ സമ്പാദ്യം. അല്ലാഹു നമുക്കത് തരട്ടെ. അതില്ലാതെ മറ്റെന്തൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് വിജയം അന്വേഷിച്ചിറങ്ങുമ്പോ ആദ്യപടി വിജ്ഞാന അന്വേഷണമാണ്. മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി
പറഞ്ഞ മഹാ ഒരു വാക്യമുണ്ട്. മുതഅല്ലിമീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സായതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൽയൻദുർ അഹദുകും അമ്മൻ യഅഖുദു ദീനഹു. ഈ ഇൽമ് അത് ഇൽമുൽ ഹദീസിനെ സംബന്ധിച്ചാണ് അവിടെ ഉദ്ദേശിച്ചത്. ശരീഅത്തിന്റെ ഏത് ഇൽമും ദീനാണ്. ഇതൊക്കെ ദീനാണ്. തഫ്സീർ പഠിക്കുന്നത് ദീനാണ്. നഹ്വും സർഫും ബലാഗയും മആനിയും ഒക്കെ പഠിക്കുന്നത് ദീനാണ്. ഫിഖ് പഠിക്കുന്നത് ദീനാണ്. ഉസൂൽ ഫിഖും ഉസൂലുൽ ഹദീസും പഠിക്കുന്നത് ദീനാണ്. ഫൽയൻദുർ അഹദുകും അമ്മൻ യഅഖുദു ദീനഹു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമേ, ആരിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ദീൻ സ്വീകരിക്കുന്നത്? ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് നോക്കണം. ഹദീസ് വിജ്ഞാനീയങ്ങളിലെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ഒരു ഹദീസ് സ്വഹീഹും ദഈഫുമായി മാറ്റപ്പെടുന്നത് ആര് പറഞ്ഞു എന്ന് നോക്കിയിട്ടാണ്. ആര് പറഞ്ഞു എന്നതാണ് വിഷയം. ഇസ്ലാമിൽ വ്യക്തിയാണ് വിഷയം, പറയുന്ന വാക്കല്ല. എത്ര മനോഹരമായ ഹദീസാണെങ്കിലും അത് പറയുന്ന ആൾ നുണ പറയുന്ന ആളാണെങ്കിൽ ആ സനദ് ദഈഫായി പോകുന്നു, ആ ഹദീസ് ദുർബലമായി പോകുന്നു. പറഞ്ഞത് സത്യമാണ്, പക്ഷെ പറഞ്ഞ ആൾ മോശക്കാരനാണ്. ഇത് വലിയൊരു പാഠമാണ്. ഇസ്ലാം നോക്കുന്നത് വ്യക്തിയെയാണ്. ആ വ്യക്തി എങ്ങനെയുണ്ട്? എന്തൊക്കെ ആധാരങ്ങളുടെ പേര് പറഞ്ഞാലും, എന്തൊക്കെ നമ്മൾ ചെയ്താലും, എന്തെല്ലാം കഥകൾ നമ്മൾ പറഞ്ഞാലും, എന്തെല്ലാം കറാമത്ത് തന്നെ പറഞ്ഞാലും, ആര് എന്നതാണ് വിഷയം. വ്യക്തിയിൽ അതുണ്ടോ എന്നതാണ് വിഷയം. ഒരു വ്യക്തി സംശുദ്ധനാണോ, അവിടെയാണ് വാക്കുകൾക്ക് ശറഅ് വില കൊടുക്കുന്നത്. വലിയ അത്ഭുതമല്ലേ അത്? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന ആളുകളാണത്രേ. അവരാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത്. അല്ലാഹുവിനെ സംബന്ധിച്ച് അറിവുള്ളവർ. മഹാനായ സുഫിയാൻ അസ്-സൗരി റളിയല്ലാഹു അൻഹു يقوم من صلاة العشاء إلى صلاة الفجر بقوله سبحانه إذا زلزلت الأرض زلزالها. മഹാനായ സുഫിയാൻ അസ്-സൗരി റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരം വരെ ഒരൊറ്റ സൂറത്താണ് ഓതുക. അത് ഓതിയിട്ട് അങ്ങനെ കരയും. ഏതാണ് സൂറത്തെന്നറിയോ? بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا لما لهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഭൂമിയുടെ അവസാനത്തെ പ്രകമ്പനം കൊള്ളൽ, അങ്ങ് പ്രകമ്പനം കൊള്ളുമ്പോൾ ഭൂമിയതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തേക്ക് എറിയുമ്പോൾ മനുഷ്യൻ വിളിച്ചു ചോദിക്കും, എന്താണ് സംഭവിച്ചത്? എവിടെയെങ്കിലും ഭൂകമ്പം നടക്കുന്നു നമ്മൾ അറിയുന്നു. പക്ഷേ ആ ഭൂകമ്പം പ്രപഞ്ചത്തിന്റെ എല്ലാ കോണുകളിലും എല്ലാ നാടുകളിലും എല്ലായിടത്തും, കുമ്പളയിലുണ്ട്, മംഗലാപുരത്തുണ്ട്, മഞ്ചേശ്വരത്തുണ്ട് നല്ല കേൾക്കാം. കൈവളകിയിലെത്തി, നമ്മുടെ തൊട്ടു മുമ്പിലെത്തി, നമ്മുടെ ഹൈവേയിൽ കണ്ടു. അങ്ങനെ എല്ലാ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഭൂകം. ആരെങ്ങോട്ട് ഓടും? എവിടേക്ക് രക്ഷപ്പെട്ട് ഓടും? മനുഷ്യൻ പറയും, മാല എന്ത് പറ്റി? അന്ന് ഭൂമി സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ.
ആരൊക്കെ എവിടെ വെച്ചെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, അള്ളാഹുവിനോട് തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ പോയ പാപങ്ങളുണ്ടോ, അതൊക്കെ പ്രപഞ്ചം ഭൂമി വിളിച്ചു പറയും. സംസാരിക്കാനും ആർട്ടിക്കുലേറ്റ് ചെയ്യാനുമുള്ള കഴിവ് പ്രപഞ്ചത്തിന് നൽകുന്നത് അല്ലാഹു ആണല്ലോ. അതുകൊണ്ട് തന്നെ ഭൂമി അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടെന്ന് സംസാരിക്കും, റബ്ബിനോട് പറയും. يومئذ يصدر الناس أشتاتا ليروا أعمالهم. നമ്മളൊക്കെ ചെയ്തു വെച്ചതിന്റെ കർമ്മങ്ങളുടെ ഫലം കാണാൻ വേണ്ടി ആളുകൾ മുന്നിട്ടിറങ്ങുന്ന, ഓടി വരുന്ന ആളുകളെ വിളിക്കപ്പെടുന്ന ദിവസമാണത്. വഞ്ചന ചെയ്ത ആളുകളുടെ പേരെടുത്ത് പറയുന്ന ഇന്നാലിന്നവൻ ചെയ്ത വഞ്ചനയാണ്, തട്ടിപ്പാണിത്, പരലോകത്ത് വിളിച്ചു പറയുന്ന. നന്മ ചെയ്തവർക്ക് തൂബാലഹും, തിന്മ ചെയ്തവർക്കോ യാ വൈലതാ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ. ആരാണോ ഒരൽപ്പം നന്മ ചെയ്യുന്നത് അതവിടെ കാണാൻ കഴിയും, ഒരൽപ്പം നന്മ. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ. ഒരൽപ്പം തെറ്റ്, മയക്കുമരുന്ന് ഒന്ന് തൊട്ടു നോക്കിയിട്ടുള്ളൂ, കള്ളൊന്ന് രുചിച്ച് തേച്ച് നോക്കി വെച്ചിട്ടേ ഉള്ളൂ, മുഴുവൻ കുടിച്ചിട്ടില്ല, മതി, നാളതിന്റെ ശിക്ഷ അവിടെയുണ്ട്. ഈ പറഞ്ഞു വിട്ട ലോകം കളിക്കാൻ വിട്ട ലോകമായിരുന്നില്ല. നിസ്സാരമാണെന്ന് വിചാരിക്കുന്ന നാം തള്ളിക്കളയുന്ന തെറ്റുകൾക്ക് പോലും അല്ലാഹു തആല ശിക്ഷ നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ കണക്കിലെടുക്കാതെ പോകുന്ന നിസ്സാരമായ നന്മകൾക്കും നാളെ അല്ലാഹു പ്രതിഫലം നൽകുന്നുണ്ട്. ഇതിലെല്ലാം അടങ്ങിയൊരു സൂറയാണിത്, സൂറത്തുൽ സൽസല. മഹാനായ സുഫിയാൻ സൗരി എന്നവരെ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങാതെ സുബഹി നിസ്കാരം വരെ ചിന്തയിലും മനനത്തിലുമായി കരഞ്ഞ് ഈ സൂറയിൽ മാത്രം ചിന്തിച്ചിരുന്ന് രാത്രി മുഴുവനും കഴിച്ചുകൂട്ടുമായിരുന്നുവെന്ന് മഹാനവറുകളെ സംബന്ധിച്ച് ഉലമാ രേഖപ്പെടുത്തുമ്പോ അതാണ് പാണ്ഡിത്യത്തിന്റെ അടയാളം, അതാണ് ഇൽമിന്റെ അടയാളം. വിജയത്തിന്റെ മാർഗരേഖകൾ വരച്ചുപോയ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഒരു രാത്രി ഇരിക്കുന്നത് ഒറ്റ സൂറയിലാണ്, അത് മതി. മഹാനായ അല്ലാമ ഇബ്നു വഹബ്, അബ്ദുല്ലാഹി ഇബ്നു വഹബ് എന്നവര് അഹ്വാലുൽ ഖിയാമ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അഹ്വാലുൽ ഖിയാമ ഇമാം ദഹബി റളിയല്ലാഹു തആല അവിടുത്തെ പരിശുദ്ധമായ ഗ്രന്ഥമുണ്ട് സൈർ അലാമിൻ നുബലാ. അനവറുകൾ അതിന്റെ 8ാം വോള്യത്തിൽ ഇബ്നു വഹബ് എന്നവരെ കുറിച്ച് തർജ്ജമ ചെയ്തപ്പോ അവിടെ പരിചയപ്പെടുത്തിയപ്പോ മഹാനവറുകളുടെ ജീവിതത്തിൽ അവർ രേഖപ്പെടുത്തിയ ഗ്രന്ഥമുണ്ട് അഹ്വാലുൽ ഖിയാമ, അന്ത്യനാളിന്റെ ഭയാനകതകൾ എന്നാണ് ആ ടൈറ്റിലിന്റെ അർത്ഥം. അതാണ് അഹ്വാലുൽ ഖിയാമ, അഹ്വാലുൽ ഖിയാമ. അവര് ചോദിച്ചു, യാ ശൈഖനാ ഇഖ്റ അലൈനൽ കിതാബ്. ഈ ഗ്രന്ഥം എഴുതിയ മഹാനവറുകളെ, ആ ഗ്രന്ഥം നിങ്ങൾ ഞങ്ങൾക്കൊന്ന് വായിച്ചു തരുമോ, ഞങ്ങൾക്കൊന്ന് ഓതിത്തരുമോ, ഒന്ന് കേൾക്കാനാണ്. കിതാബ് രേഖപ്പെടുത്തിയ ആളുകൾ ഓതി കൊടുക്കും, മുതഅല്ലിം ശൈഖിന് ഓതി കൊടുക്കും. നമ്മുടെ ദർസ് സംവിധാനങ്ങളുടെ ഒക്കെ ഒരു രീതി അങ്ങനെയാണ്. ആലിമിനോട് എഴുതിയ ആലിമിനോട് ചോദിച്ചു, നിങ്ങള് മഹാനായ ഇബ്നു വഹബിനോട് നിങ്ങളൊന്ന് നിങ്ങൾക്കൊന്ന് ഊതിത്തരോ? മഹാനവരുടെ മറുപടി, ഞാൻ എഴുതിയ ഗ്രന്ഥമാണ്, പക്ഷേ എന്നെ കൊണ്ടത് വായിക്കാൻ കഴിയില്ല. അന്ത്യനാളിന്റെ ഭയാനകത തിരുവിധങ്ങൾ പറഞ്ഞതും അല്ലാഹു പറഞ്ഞതും ഞാൻ രേഖപ്പെടുത്തിയത് വായിച്ചു തരാൻ കഴിയില്ല. മോൻ അവിടെയുണ്ട്, മക്കളിൽ ഒരാൾ. മോൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഓതിക്കൊടുക്കട്ടെ വാപ്പ, നീ ഓതിക്കൊടുത്തോ. പിതാവിന്റെ കിതാബ് മോൻ ഓതിക്കൊടുക്കാൻ വന്ന ആളുകൾക്ക് ഓതാൻ തുടങ്ങിയപ്പോഴേക്കും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു വഹബ് എന്നവർക്ക് ബോധക്ഷയം സംഭവിച്ചു. ആ മഹാൻ മരിച്ചത് സ്വന്തം കിതാബ് കേട്ടുകൊണ്ടാണ്. ഖിയാമത്തിന്റെ ഭയാനകതകൾ എന്ന് അവർ പേരിട്ട അഹ്വാലുൽ ഖിയാമ. ആ ഗ്രന്ഥം വായിച്ചു തീരും മുമ്പേ
ബോധരഹിതനായി പോവുകയും ലോകത്തോട് വിട പറയുകയും ചെയ്ത മഹാനായ അബ്ദുല്ലാഹി ഇബ്നു വഹബ് റളിയല്ലാഹു തആല. ഇൽമ് അവിടെയാണ് കിടക്കുന്നത്. ജീവിതത്തിൽ തഅസ്സുർ വരും, കേൾക്കുമ്പോൾ ഒരു അനക്കം വരും. ജീവിതത്തിൽ ഒരു മാറ്റം വേണം. പടച്ചവനെ, ഞാൻ ഇങ്ങനെ ആയാൽ പോരല്ലോ എന്നൊരു ചിന്ത നമുക്ക് വരാൻ ഏതെങ്കിലും ഇൽമ് കാരണമാകുന്നുണ്ടോ? അത് നമുക്ക് അല്ലാഹു വിജയം വെച്ചതിന്റെ അടയാളമാണ്. അല്ലാഹു നമുക്കൊക്കെ അവനെ സംബന്ധിച്ച് അവൻ അറിയേണ്ട വിധത്തിൽ അറിയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനുണ്ട്, അലി ഇബ്നു ഫുദൈൽ ഇബ്നു ഇയാദ്. 20-ാമത്തെ വയസ്സിൽ നരബാധിച്ച മഹാനാണ്. 20 വയസ്സായപ്പോ ശരീരം മുഴുവനും നരച്ചുപോയി. എന്തുകൊണ്ടെന്നറിയോ? പേടിച്ചിട്ട്. 20-ാമത്തെ വയസ്സിലാണ് അലി ഇബ്നുൽ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ 20 വയസ്സായപ്പോ തലമുടിയെല്ലാം നരച്ചുപോയി. പേടി കൊണ്ട് പ്രിയപ്പെട്ട വാപ്പ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഇമാമുൽ ഹറമിൽ മക്കി, പരിശുദ്ധമായ മക്കയിലെ ഹറമിലെ ഇമാമായിരുന്നു. പ്രിയപ്പെട്ട പിതാവ് ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവരെ നിസ്കരിക്കുന്ന സമയത്ത് ശുദ്ധമായ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ മാ ലക്കും ലാ തനാസറൂൻ ബൽ ഹുമുൽ യൗമ തസ്ലിമൂൻ. എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നവരെ സുബഹി നിസ്കാരത്തിലെ ശുദ്ധമായ 3 ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാൻ കഴിയാതെ നിസ്കാരത്തിൽ ബോധം കെട്ട് വീണുപോയി ലോകത്തോട് തന്നെ വിട പറഞ്ഞ മഹാനാണ് അലി ഇബ്നു ഫുദൈൽ ഇബ്നു ഇയാദ്. 20 വയസ്സുള്ളപ്പോ ശരീരം മുഴുവനും നരച്ചുപോയി. ബാഹുവിനെ സംബന്ധിച്ചുള്ള പേടി കൊണ്ട് നമ്മൾ പറയുന്നത് അത്രക്കങ്ങ് എത്താനായില്ലെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ചു വരുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോ നമ്മെ അതൊന്നും ചെയ്തില്ലല്ലോ എന്ന് തിരിച്ചറിയും. ഒരു മനുഷ്യന്റെ പടച്ചവനെ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നത് അത് ഐനു ശുഊർ, അതാണ് ശരിക്കും ശരിയായ ബോധം എന്നാണ്. അതാണ് ശരിയായ ബോധം. ആ ബോധം ലഭിക്കാനാണ് നമ്മൾ ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക്, ഇതുപോലെയുള്ള മജ്‌ലിസിലേക്ക് വരുന്നത്. ഇൽമ് പഠിക്കുന്നത്, ഖുർആനിന്റെ സദസ്സുകൾ ഉണ്ടാകുന്നത് ഇൽമിന്റെ വഴിയാണ്. അത് വിജയത്തിന്റെ വഴിയാണത്. ഇങ്ങനത്തെ വഴി കേൾക്കുന്നത് കൊണ്ട് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന വഴി, അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന വഴി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ശുദ്ധമായ ഖുർആനിലെ ഈ ഒരു സൂറത്തു സ്വാഫാത്തിലെ ഒരായത്ത് കണ്ടിട്ട്, ഒരായത്ത് കേട്ടിട്ട് 4 ദിവസത്തോളം രോഗിയായി കിടന്നിട്ടുണ്ട്. 4 ദിവസമല്ല, ശഹറൻ കാമിലൻ, ഒരു മാസം മുഴുവൻ എന്ന് തന്നെ ചില റിവായത്തിൽ, ഒരു മാസം. എന്നിട്ട് ജനങ്ങൾ വന്ന് സന്ദർശിക്കുമായിരുന്നു ഉമർ എന്നവരെ. എന്തേന്നറിയോ? ഒരായത്ത് കേട്ട് പേടിച്ചതാണ്. നമ്മൾ അലി ഇബ്നുൽ ഫുദൈൽ എന്നവർ വഫാത്തായ ആ ഒരു ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. ഖിയാമത്ത് നാളിലേക്ക് ജനങ്ങളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമ്പോ അല്ലാഹുവിന്റെ വിളിയാളം വരുന്ന മലക്കുകളെ ജനങ്ങൾ മുഴുവനും പിടിച്ചു നിർത്തുക. എല്ലാവരും നിൽക്കട്ടെ. എല്ലാവരെയും പിടിച്ചു കൊണ്ടുവരിക. ലോകത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അവര് ചെയ്ത തിന്മകളാരും അറിഞ്ഞിട്ടില്ല. മദ്യപാനം നടത്തിയത്, മയക്കുമരുന്നറിയാതെ ഉപയോഗിച്ചത് മാതാപിതാക്കൾക്കറിയില്ല. പ്രായപൂർത്തി എത്താൻ പോകുന്ന മകൻ പറഞ്ഞിട്ടില്ല. ചെയ്തുപോയ തിന്മകൾ മാതാപിതാക്കളോ നാട്ടുകാരോ ഗുരുനാഥന്മാരോ ആരും അറിഞ്ഞിട്ടില്ല. പറഞ്ഞു പിടിച്ചുകൊണ്ടുവരൂ. അവിടെ അവരെ പിടിച്ചുകൊണ്ടുവരണം, പിടിച്ചുകൊണ്ടുവരണം. ഇന്നഹും മസ്ഊലൂൻ, അവരോട് ഞാൻ ചോദിക്കാൻ പോവുകയാണെന്ന് ബാഹു പറയുന്ന നേരം പിടിച്ചുകൊണ്ടുവരുന്നവരെ സർവരെയും നിർത്തണം ഇവിടെ. ഇന്നഹും മസ്ഊലൂൻ, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ എന്ന്
കാരുണ്യവാനായ അള്ളാഹു നൽകുന്ന റഹ്മത്ത് കൊണ്ട് റബ്ബിനെ ശുക്ർ ചെയ്യേണ്ടതിന് പകരം അള്ളാഹു തന്ന ശരീരം അവന് വായയിലേക്ക് അടുപ്പിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടു നടന്നപ്പോ, അരുതെന്ന് പറഞ്ഞത് മുഴുവനും ചെയ്തപ്പോ അവര് ചിന്തിച്ചില്ലായിരുന്നോ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന നാൾ അതിന്റെ പിന്നിൽ വരാൻ പോകുന്നുണ്ടെന്ന്? ഒക്കെ പോകും, പിടിച്ചു കൊണ്ടുവന്ന് നിർത്തുക. ഇന്നഹും മസ്ഊലൂൻ, അവരോട് മുഴുവനും ഞാൻ ചോദിക്കാൻ പോവുകയാണ്. മാലക്കും ലാ തനാസൂൻ, നിങ്ങൾ ആർക്കെങ്കിലും പരസ്പരം അന്യോന്യം ഇവിടെ സഹായിക്കാൻ ഒക്കുന്നുണ്ടോ? ബൽ ഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ, ഇന്നവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല, ഇന്നവർ എനിക്ക് വിധേയരാണ്. മുസ്തസ്ലിമൂൻ, ഇന്നവർ എനിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഓടാൻ കഴിയില്ല, അവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ബാഹുവേ ബൽ ഹുമുൽ, ഇന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മലക്കുകളെ സിഫൂഹും, അവരെ പിടിച്ചുകൊണ്ടുവരൂ, ഞാൻ അവരോട് ചോദിക്കട്ടെ, ഞാൻ അവരോട് ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോഴാണ് നിസ്കരിച്ചു കൊണ്ടിരുന്ന അലി ഇബ്നുൽ ഫുദൈൽ ഇബ്നു അയാദ് എന്നവര് നിസ്കാരത്തിന്റെ ഇടയിലാണ് 20 വയസ്സുള്ളപ്പോ ബോധരഹിതനായി വീണുപോയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, സൂറത്ത് സ്വാഫാത്തിലെ ഈ ആയത്ത് കേട്ടുകൊണ്ടാണ് ഒരു മാസം രോഗിയായി കിടന്നത്, എഴുന്നേൽക്കാൻ പറ്റാതെ. ഒരായത്തിന്റെ ആശയം അറിഞ്ഞപ്പോ എന്താണത്? അവരെ പിടിച്ചുകൊണ്ടുവരൂ, ഞാൻ അവരെ മുഴുവനും ചോദ്യം ചെയ്യുന്നു, അവർ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. മലക്കുകളെ പിടിച്ചുകൊണ്ടുവരൂ, മനുഷ്യരെ മുഴുവനും ഇവിടെ നിർത്തണം, ഹാജരാക്കുക, ക്രിമിനലുകളെ മുഴുവനും ഇവിടെ കൊണ്ടുവരണം എന്ന് അല്ലാഹു പറയുമ്പോൾ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ഒരു ദിവസത്തിന്റെ ഭയാനകത ഓർത്തുകൊണ്ട് കരഞ്ഞ് മഹാനവറുകൾക്ക് രോഗം വന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ ബെഡ്റിഡനായി മഹാനവറുകളെ ഒരു മാസം സ്വഹാബാക്കൾ ചെന്ന് സന്ദർശിച്ചിരുന്നു. ഫാറൂഖ് എന്നവരെ സുഖമായോ? രോഗം സുഖമായോ? എന്താണ് രോഗം ഇവിടെ? അല്ലാഹുവിനെ ഭയപ്പെട്ട രോഗമാണ്, അല്ലാഹുവിനെ പറ്റി ഓർത്തുപോയതിന്റെ രോഗമാണ്. അല്ലാഹുവിനെ പറ്റി ഓർക്കുകയും പരലോകം ചിന്തിക്കുകയും ചെയ്തപ്പോൾ വന്ന ആരോഗ്യക്കുറവ്, തളർച്ചയും ക്ഷീണവും, എഴുന്നേൽക്കാൻ പറ്റിയില്ല. ഒരു മാസം ശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കൊണ്ട് രോഗം ബാധിച്ചിരുന്ന ഫാറൂഖ് എന്നവർക്ക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഒരുപാട് കേൾക്കലല്ല വിഷയം, ഒരുപാട് പറയലുമല്ല വിഷയം, കേട്ടത് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളലാണ് ഇവിടെ വിഷയം. വിഷയം ആ വഴിക്കാണ് വരുന്നത്. ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു മനസ്സ്, അല്ലാഹുവിനെ പറ്റി അറിയാനുള്ള ഒരു താല്പര്യം, അതനുസരിച്ച് ജീവിക്കാനുള്ള തന്റെ ഇടം. അല്ലാഹുവേ, നീ ഞങ്ങൾക്കത് നൽകണമേ തമ്പുരാനെ. വിജയം ഈ വഴിയേ എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോ അല്ലാഹു തആല സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു കിതാബുൽ സുഹദിൽ മഹാനവറുകൾ ഒരു സംഭവം പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അൻസാരിയുടെ തോട്ടത്തിലേക്ക് കയറി ചെന്ന അനുഭവം. ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ ആദ്യത്തെ ഖലീഫയായിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരാളിന്റെ തോട്ടത്തിലേക്ക് കയറി ചെല്ലുന്നു. ഒരു പക്ഷി ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു ശിഖരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പാറിക്കളിക്കുമ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പക്ഷിയെ നോക്കിക്കൊണ്ട് മഹാനവറുകൾ കുറെ നേരമായി നോക്കിയിരിക്കുന്നു. ഫബകാ, മഹാനവറുകൾ തേങ്ങി കരയാൻ തുടങ്ങി. കൂടെയുള്ള ആളുകൾ ചോദിച്ചു, മാലക തബ്കി യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ, മാലക തബ്കി, നിങ്ങൾ എന്താണ് കരയുന്നത്? മാലക തബ്കി യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുബശ്ശറും ബിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് സന്തോഷ വാർത്ത കിട്ടിയ മഹാനാണവര്. തൂബാ ലിഹാദ ത്വയ്ർ, ഈ പക്ഷിയുടെ ഒരു സൗഭാഗ്യമേ,
ഈ പക്ഷിയുടെ ഒരു സൗഭാഗ്യമേ, വെള്ളം കുടിക്കുകയും ചെടികളിൽ മരങ്ങളിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷി. ആ പക്ഷിയുടെ ഭാഗ്യം എന്താണ് മഹാൻ പറയുന്നതെന്നറിയണം. ആ പക്ഷി അതിന്റെ ആയുസ് കഴിഞ്ഞാൽ മരിച്ചു പോകുന്നു, ചത്തുപോകുന്നു. ലാ ഹിസാബ വലാ അദാബ്, ഒരു ശിക്ഷയില്ല, ഒരു വിചാരണയില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ കാരണം അതാണ്. ശിക്ഷയില്ലാതെ, വിചാരണയില്ലാതെ ജീവിതകാലം കഴിഞ്ഞ് മരിച്ചു പോവാൻ ഭാഗ്യം കിട്ടിയ പക്ഷിയെ തൂബാ തൂബാ ലിഹാദ ത്വാഇർ. ഈ പക്ഷിയുടെ ഒരു സൗഭാഗ്യമേ, എന്തൊരു സൗഭാഗ്യം കിട്ടിയ പക്ഷിയാണത്. യരിദുൽ മാ, വെള്ളം കുടിക്കുകയും വയറഅ ശജറ, ഭക്ഷണം ശിഖരങ്ങളിൽ നിന്ന്, വൃക്ഷങ്ങളിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുകയും അങ്ങനെ മരിച്ചു പോകുന്നു. ലാ ഹിസാബ വലാ അദാബ്, വിചാരണയില്ല, നാളെ ശിക്ഷയില്ല. ഇത് പറഞ്ഞിട്ട് സിദ്ദീഖ് എന്നവർ പറയുന്നു, യാ ലൈതനീ കുന്തു ത്വാഇറ, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈത ഉമ്മീ ലം തലിദ്നീ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങളെ നമ്മൾ ആലോചിക്കണം, വല്ലാത്ത ഫിത്നയുടെ കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ അവനവനെ സംബന്ധിച്ച് ഇഖ്തിനാൻ ചെയ്യപ്പെടുന്ന കാലം, ഓരോരുത്തരും സ്വർഗത്തിലേക്ക് പോകുന്ന ഉറപ്പായി കളിക്കുന്ന പോലെ എന്തൊരു വലിയ വർത്തമാനങ്ങൾ സ്വർഗത്തിൽ ഇപ്പോഴേ ഉറപ്പിച്ചിരിക്കുന്ന ആളുകൾ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം സന്തോഷവാർത്ത കൊടുത്ത മഹാനലയോ സിദ്ദീഖ് എന്നവര്. സിദ്ദീഖേ, ഞാനും നിങ്ങളും ഈ തോളിൽ പിടിച്ചു പോകുന്ന പോലെ, ഉമർ എന്നവരെ ഇടതുഭാഗത്ത്, സിദ്ദീഖ് എന്നവരെ വലതുഭാഗത്ത് തോളിൽ പിടിച്ച് നടന്നിട്ടല്ലേ നിബിധങ്ങൾ പറഞ്ഞത്, നമ്മൾ മൂന്നുപേരും ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവര് മൂന്നുപേരല്ലേ പരിശുദ്ധ റൗളയിൽ കിടക്കുന്നത്. നമ്മൾ മൂന്നുപേരും ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ സിദ്ദീഖ് എന്നവര്, ഉമർ എന്നവര്. ആ സിദ്ദീഖ് എന്നവര് പറയുന്നു, തൂബാ ലിഹാദ ത്വാഇർ, ഈ പക്ഷിയുടെ ഒരു ഭാഗ്യമേ, ലാ ഹിസാബ വലാ അദാബ്, നാളെ വിചാരണയില്ലല്ലോ പക്ഷിക്ക്, നാളെ ശിക്ഷയില്ലല്ലോ പക്ഷിക്ക്. അങ്ങനെ യാ ലൈതനീ കുന്തു ത്വാഇറ, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈത ഉമ്മീ ലം തലിദ്നീ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് തേങ്ങിക്കരഞ്ഞത്, ഒരു പക്ഷിയെ നോക്കി കരഞ്ഞ, അൻസാരിയുടെ തോട്ടത്തിലിരുന്ന് കരഞ്ഞ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവര് പേടിയിലായിരുന്നു, ഹിസാബിനെ സംബന്ധിച്ച് പേടിയിലാണ്, ഭയത്തിലാണ്. ആ ഭയം ഇതല്ലയോ ഇൽമ്? ഇൽമെന്ന് പറഞ്ഞാൽ ഈ ഭയമല്ലേ, ഈ പേടിയല്ലേ ഇൽമ്? അത് ഏറ്റവും കൂടുതൽ വേണ്ടതാർക്ക്? പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്ക്, മുതഅല്ലിമീങ്ങൾക്ക്, ആലിമീങ്ങൾക്ക്. അവരല്ലയോ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചത്? അവരല്ലയോ ഹബീബിന്റെ ഹദീസ് പഠിച്ചത്? അവരല്ലയോ അള്ളാഹുവിന്റെ കലാമിന്റെ തഫ്സീർ മനസ്സിലാക്കിയത്? അവർക്കല്ലയോ ആഖിറത്തിന്റെ അഹ്വാലുകളും ഭയാനകതകളും സാധാരണക്കാരിലേറെ അറിയാനും പഠിക്കാനും കഴിഞ്ഞത്? അവരാണ് പഠിച്ചവര്. പഠിക്കുന്നവര് സാധാരണക്കാരാവട്ടെ, അള്ളാഹുവിനെ സംബന്ധിച്ചറിയുമ്പോഴേക്കും മനസ്സ് പൊട്ടിക്കരയേണ്ടവര്. ആ ഒരു ഇൽമാണ് നമുക്ക് വേണ്ടത്. സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചു വെക്കുകയോ നിങ്ങളെ ഞാൻ കൈപിടിച്ചു കൊണ്ടുപോകാമെന്നൊക്കെ 21-ാം നൂറ്റാണ്ടിൽ വിളിച്ചു പറയാൻ ധൈര്യപ്പെടുന്നത് വിവരമില്ലാത്തതിന്റെ പേരിൽ മാത്രമാണ്, ഇൽമില്ലാത്തതിന്റെ പേരിലാണ്. അള്ളാഹു വേണമെന്ന് പറഞ്ഞ ഇൽമില്ലാത്തതിന്റെ പേരിൽ. ലൈസൽ ഇൽമു ബികസറത്തിൽ റിവായ വലാകിന്നഹു മാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിനുള്ളിലേക്ക് അള്ളാഹു നൽകുന്നൊരു പ്രകാശമാണത്. ആ പ്രകാശം ഈ ഒരു സദസ്സിൽ ഇരുന്നു കൊണ്ടെങ്കിലും ഒരൽപ്പനേരം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ പ്രകാശം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ 2 കവിൾത്തടത്തിലൂടെ 2 പാടുകൾ ഉണ്ടായിരുന്നു. എക്സാജറേഷൻ അല്ല, എക്സാജറേറ്റ് ചെയ്ത് ഊഹം വെച്ച് പറയുകയല്ല, വല്ലാണ്ട് പുകഴ്ത്തി പറയുകയല്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ 2 കവിൾത്തടങ്ങളിലൂടെ
കറുത്ത നിറത്തിലുള്ള 2 പാടുകൾ കണ്ണിലൂടെ വന്നിരുന്നു. നിരന്തരം കരഞ്ഞിട്ട് മഹാനവരുടെ കണ്ണിൽ നിന്ന് 2 ചാലുകളായി ഓരോ കണ്ണിൽ നിന്നും മുഖത്തിലൂടെ കവിളത്തിലൂടെ 2 വരകളായി കറുത്ത 2 വരകൾ കണ്ടിരുന്നു. മഹാനവറുകൾ കരഞ്ഞതുകൊണ്ട് വല്ലാത്ത കരച്ചിൽ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിൻഗാമിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ ഖുലഫാഉർ റാഷിദുകളിൽപ്പെട്ടവരല്ല, അമവി ഭരണാധികാരികളിൽ വന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ 2 വർഷമാണ് ഖിലാഫത്ത് നടത്തിയത്. 2 വർഷം തികഞ്ഞില്ല എന്നാണ് കണക്ക്. ആ 2 കൊല്ലക്കാലത്തിനിടക്ക് മഹാനവറുകൾ ചെയ്ത മാറ്റങ്ങൾ എത്രയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ അന്ന് ഖുതുബ നിർവഹിക്കാൻ മിമ്പറിൽ കരയുകയാണ്. അവരും ഖുതുബ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അത്തദറൂന മാലി, ജനങ്ങളെ നിങ്ങൾക്കറിയുമോ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയുമോ? അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ അഅരിഫു അഹദൻ ഇൻദഹു الذنوب والخطايا كالذي عندي. ഞാൻ പാപം ചെയ്ത പോലെ, തെറ്റുകൾ എനിക്ക് സംഭവിച്ചതുപോലെ നിങ്ങളിൽ ആർക്കും തെറ്റുകൾ ഉണ്ടാവണമെന്നില്ല. ഞാൻ പാപിയായ പോലെ എന്റെ പാപങ്ങളോളം പാപങ്ങളുള്ള ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല. ആരാണ് പറയുന്നത്? തൗബ ചെയ്ത് കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ കൊണ്ട് രാവുകൾ ചെലവഴിച്ചിരുന്ന ഫാറൂഖ് തങ്ങളുടെ പിൻഗാമിയായ ഉമർ സാനി, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ജനങ്ങളെ നിങ്ങളെക്കാൾ കൂടുതൽ പാപം ചെയ്ത ആൾ ഞാനാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ ഉറക്കെ ഖുതുബയിൽ പറഞ്ഞ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, യാ മൗത്ത്, മരണമേ മാദാ ഫഅൽതി ബിൽ അഹിബ്ബ, മരണമേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എല്ലാ കൂട്ടുകാരെയും നീ എന്താണ് ചെയ്തു കൂട്ടിയത്? എത്ര ആളുകൾ ആരെയൊക്കെ പ്രേമിച്ചു, എത്ര പെണ്ണുങ്ങളെ എത്രയോ കാമുകന്മാർ പ്രേമിച്ചു, എത്ര പുരുഷന്മാരെ എത്രയോ കാമുകികൾ പ്രേമിച്ചു. എന്നിട്ട് ഈ പ്രേമഭാജനങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു? എന്താണ് അവരെ കൊണ്ടൊക്കെ മരണം ചെയ്തതെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ മിമ്പറിൽ നിന്ന് മരണത്തോട് ചോദിക്കുകയാണ്. മരണമേ, നീ എന്താണ് ചെയ്തു കൂട്ടിയത്? എന്താണ് അഹിബ്ബത്തുകൾ ചെയ്തത്? പ്രേമഭാജനങ്ങളെ വേർപിരിയാൻ പറ്റില്ലെന്ന് പറഞ്ഞവരെ, എനിക്ക് ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണു മതി എന്ന് ശാഠ്യം പിടിച്ചവരെ സ്വന്തം വാപ്പയും ഉമ്മയും ഉപദേശിച്ചു നോക്കിയിട്ട് ചെവി കൊടുക്കാൻ തയ്യാറില്ലാതെ അന്ധത ബാധിച്ച ഒരു കാലത്ത്, പിന്നെ അവൻ നിനക്ക് യോജിച്ചവനല്ല, അവന്റെ ദീൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നവൻ, അവന്റെ ദീനിന്റെ ബോധമില്ലാത്തവൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കുന്നവനല്ല മോളെ അവൻ, അതുകൊണ്ട് മോൾക്കവൻ വേണ്ട, ജീവിത സഖിയായിട്ടെന്ന് ഗുണകാംക്ഷയോടെ ജന്മം കൊടുത്ത ഉമ്മയും വാപ്പയും പറഞ്ഞപ്പോ ശാഠ്യം പിടിച്ച് കരഞ്ഞ പെണ്ണ്, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അയാൾ മതി എന്റെ പുതിയാപ്പിള, ഉമ്മയോ വാപ്പയോ സമ്മതിച്ചില്ലെങ്കിലും എനിക്കെന്റെ പ്രേമമാണ് വലുതെന്ന് സ്വന്തം മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച് അവരിഷ്ടപ്പെടാത്ത ബന്ധങ്ങൾക്ക് വേണ്ടി കൈനീട്ടി കൊടുത്ത ആ പ്രേമഭാജനങ്ങൾക്കൊക്കെ അവസാനം എന്ത് പറ്റി? മരണമേ, നീ എന്താണ് ചെയ്തത്? മാതാ ഫഅൽതി ബിൽ അഹിബ്ബ, പ്രേമഭാജനങ്ങളെ മരണമേ നീ എന്താണ് ചെയ്തത്? അതദറൂൻ, നിങ്ങൾക്കറിയുമോ മാ യഖൂലുൽ മൗത്ത്, മരണം എന്താണ് മറുപടി പറയുന്നത്? ജനങ്ങളൊക്കെ പറഞ്ഞില്ല, ഞങ്ങൾക്കറിയില്ല. യഖൂൽ, മരണം പറയുന്നു, ദറഫ്തു ബിൽ ഐനൈൻ വഫസൽതുൽ ഹിദ്ഖതൈൻ വഫസൽതുൽ കഫൈൻ അനിസ് സാഇദൈൻ വസ്സാഇദൈൻ അനിൽ അദുദൈൻ. ഞാൻ എന്താണ് ചെയ്തതെന്നറിയണോ? കണ്ണുകൾ കരഞ്ഞു. മരിച്ചുപോയ കണ്ടടങ്ങളിൽ നിന്ന് കണ്ണുകൾ കുഴിയായി മാത്രം അവശേഷിച്ചു. വിരലുകൾ കയ്യിൽ നിന്ന് അറ്റുപോകുന്നു. ഖബറിലെ 2 നാള് ഒരാഴ്ച കഴിയുമ്പോഴേക്കും കൈ
മേൽക്കൈയിൽ നിന്ന് വിട്ടുപോകുന്നു, മേൽക്കൈ തന്റെ ആമിൽ നിന്ന് വിട്ടുപോകുന്നു, തന്റെ ദിറായിൽ നിന്ന് വിട്ടുപോകുന്നു. ശരീരത്തിന്റെ അതിന്റെ വിരലുകൾ മുറിഞ്ഞു പോയി, മൂക്ക് നഷ്ടപ്പെട്ട് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ജോയിന്റുകളും കഴിയാതെ കഷ്ടമായി തുണ്ടമായി ഞാൻ അവരുടെ ശരീരത്തെ മാറ്റിക്കളഞ്ഞു എന്ന് മരണം എന്നോട് മറുപടി പറഞ്ഞെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതോർത്ത് കരഞ്ഞ മഹാൻ ഈ സംഭവം പറഞ്ഞ് ഏതാനും ദിവസങ്ങളെ പിന്നെ ജീവിച്ചിരുന്നുള്ളൂ. പിന്നെ ലോകത്തോട് വിട പറയുകയാണുണ്ടായത്. ആ ഒരു യാത്രക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞുവോ? അല്ലാഹു വിളിച്ചാൽ പോകാൻ ഒരുക്കമാണോ? തിരിഞ്ഞു നടക്കാൻ ഇനി സമയമില്ല. മുന്നോട്ടുള്ള യാത്രയിൽ അല്ലാഹുവേ ജീവിതകാലത്ത് സംഭവിച്ച എല്ലാ അപജയങ്ങളും മറന്ന് എല്ലാവിധ തെറ്റുകളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തന്ന് ഞാനിതാ ഒരു നല്ലവനായി ജീവിക്കുന്നു, ഞാനിതാ ഒരു നല്ലവനായി ജീവിക്കുന്നു. ഈ നിമിഷം മുതൽ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി റബ്ബേ നീ എന്നെ കൊണ്ടുപോകും, നീ എന്നെ വിളിക്കും, ഉറപ്പാണ്. ആര് വേണ്ടെന്ന് വെച്ചാലും ഉമ്മ പോകുമ്പോൾ പൊട്ടിക്കരയുന്ന മക്കളുണ്ട്. ഉമ്മ അങ്ങയോട് യാത്ര പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഉമ്മ, ഉമ്മ പോവരുത്. പക്ഷെ ഉമ്മാക്ക് പോയേ പറ്റൂ, പാപ്പാക്ക് പോയേ പറ്റൂ, മക്കൾക്ക് പോയേ പറ്റൂ. ഉമ്മമാർ നഷ്ടപ്പെട്ടവർ ഈ സദസ്സിലുണ്ട്. ഈ അടുത്ത സമയങ്ങളിൽ മരണപ്പെട്ട ഉമ്മമാരുള്ളവർ അല്ലാഹുവേ ആ ഉമ്മമാരുടെ ഖബറുകളെ നീ സ്വർഗ്ഗത്തോപ്പാക്കണമേ. വാപ്പമാര് മരിച്ചുപോയവരുണ്ട്, മക്കള് മരിച്ചുപോയവരുണ്ട്. അല്ലാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ, ആഖിറം നന്നാക്കണേ തമ്പുരാനെ. സ്വന്തം മക്കളെ എങ്ങനെ സ്നേഹം കൊടുത്ത് വളർത്തിയാലും അവര് നമ്മളോട് യാത്ര പറയും, നമ്മൾ അവരോട് യാത്ര പറയും. ഒരുങ്ങിയിട്ടുണ്ടോ എന്നതാണ് വിഷയം. അതുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉണർത്തി തരുന്ന ഒരാശയം, ഇതൊക്കെയാണ് ഇൽമിൽ നിന്ന് കിട്ടേണ്ടത്. ഫാരിഗായാൽ തഹ്സീലായാൽ ഒരു കോളേജിൽ പോയി മുസവ്വൽ കോഴ്സ് പഠിച്ചു വന്നാൽ കിട്ടേണ്ട ഇൽമ്, ഈ ഇൽമ് ലഭിക്കാതെ മറ്റ് എന്തെല്ലാം കിട്ടിയിട്ട് എന്ത് കാര്യം? കുറെ ഫൽസഫകൾ, എന്തെല്ലോ തത്വചിന്തകൾ, എന്ത് കാര്യം, എന്ത് നേട്ടം? ഇതല്ലയോ ഐനുൽ ഇൽമ്, വിജ്ഞാനത്തിന്റെ കോർ എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഇൽമല്ലയോ? അല്ലാഹുവിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ചുള്ള അറിവ്. ഈ അറിവ് സമ്പാദിക്കാൻ നമ്മൾ ചെലവഴിക്കുന്ന സമയം, ആ സമയം അഫ്ദലുൽ ഖുർബാത്ത്, നന്മകളിൽ ഏറ്റവും നല്ല നേരമാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാം മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുമായിരുന്നു, മൻ ഇഅ്തഖദ അന്നഹു ആലിമുൻ ഫഖദ് ജുഹിൽ. താനൊരു പണ്ഡിതനാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, താനൊരു പണ്ഡിതനാണ്, ഞാനെല്ലാം അറിഞ്ഞിട്ടുണ്ട്, എനിക്കെല്ലാം അറിയുമെന്ന് ആരെങ്കിലും സ്വയം നടിക്കുകയോ ഭാവിക്കുകയോ പ്രഖ്യാപിക്കുകയോ ആ തരത്തിലുള്ള സ്വഭാവം കാണിക്കുകയോ ചെയ്താൽ ഫഖദ് ജുഹിൽ, അവൻ ജഹാലത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവനാണ്. وإذا رأيت الإنسان عنده دعاوي وغرور, അഹങ്കാരത്തിന്റെ ഞാൻ എന്ന പ്രയോഗം പ്രയോഗിക്കുന്ന പണ്ഡിതന്മാർ, ഞാൻ എന്റേത്, ഞാനാണ്, ഞങ്ങളാണ്, ഇതുപോലെയുള്ള വാക്കുകൾ പറയുന്നവര്, ദഅാവി, ലോകത്ത് മുതഖദ്ദിമീങ്ങളോ മുതഅഖിരീങ്ങളോ ആയ സ്വാലിഹീങ്ങൾ പറയാത്ത എന്തൊക്കെയോ സിദ്ധാന്തങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾ, അങ്ങനെ ആരെങ്കിലും കണ്ടാൽ, ആരാ ഇത് പറയുന്നത്? നമ്മുടെ മദ്ഹബിന്റെ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ആലിമു ഖുറൈശിൻ യമാ ഖല്ലറു ഇൽമാ. ലോകത്തിന്റെ ചക്രവാള സീമകളെ വിജ്ഞാനം കൊണ്ട് നിറക്കാൻ വന്ന ഹബീബിന്റെ കുടുംബത്തിൽ വന്ന യമനി കുടുംബത്തിൽ, സയ്യിദ് കുടുംബത്തിൽ ജനിച്ച തങ്ങളായ മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പറയട്ടെ, ആർക്കെങ്കിലും അഹങ്കാര സ്വരം കടന്നുകൂടുകയും ആരുടെയെങ്കിലും മനസ്സിൽ ഞാൻ എന്ന ഭാവമുണ്ടാവുകയും അഹങ്കാരത്തിന്റെ നടത്തം, ജാടയോടുകൂടെയുള്ള നടത്തം, അഹങ്കാരത്തിന്റെ പെരുമാറ്റം ആരിലെങ്കിലും നിങ്ങൾ കണ്ടാൽ ഫഅലം, അറിയണം, അന്നഹു മിൻ അജ്ഹലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വിവരമില്ലാത്ത മനുഷ്യൻ, പണ്ഡിതനാണെന്ന് പറയുന്ന ആ മനുഷ്യനാണെന്ന് നമ്മുടെ പ്രഗത്ഭനായ ഇമാം, മദ്ഹബുകളുടെ ഇമാം, ഉസൂലുൽ ഫിഖ് ലോകത്തിന് സമ്മാനിച്ച മഹാൻ, സാഹിബുർ റിസാല, ലോകത്തിന് റിസാല എന്ന പ്രഗത്ഭമായ ഉസൂലുൽ ഫിഖിന്റെ ഗ്രന്ഥം സമർപ്പിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു
മഹാനവറുകൾ പറയട്ടെ, ജനങ്ങളിൽ ഏറ്റവും വിവരമില്ലാത്തവൻ, അഹങ്കാരം പറയുന്നവരാണ്. അറിഞ്ഞില്ല എന്നാണ് ഒരു മനുഷ്യൻ ഇൽമറിയുമ്പോൾ തിരിച്ചറിയുന്നത്. ആ ഒരു ഇൽമാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനുണ്ടായത്. നമ്മുടെ ഈ സദസ്സ് പ്രഗൽഭനായ ഒരു മഹാ ആലിമിനെ സംബന്ധിച്ചുള്ള ഒരു റൂസോ അനുസ്മരണമോ ആയതുകൊണ്ട് തന്നെ ഇൽമിന്റെ ത്യാഗം, അള്ളാഹുവിന് വേണ്ടി വിജ്ഞാനത്തിന് ത്യാഗം ചെയ്തവരെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലോട് സംസാരിച്ചു കൊണ്ടിരിക്കും അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും വിവരമുള്ള ആരാണ്? ആർക്കാണ് ഏറ്റവും വിവരമുള്ളത്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മുഖല്ലമായ നബിയാണ്, മുഹദ്ദസായ നബിയാണ്, യൂഹാ ഇലൈ അള്ളാഹു വഹി നൽകിയിട്ടുള്ള നബിയാണ്, കിതാബ് നൽകപ്പെട്ട നബിയാണ്. നേരിട്ട് സംസാരിച്ച നബിയാണ് നബിയുല്ലാഹി മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം. മൂസ നബിയോട് ചോദിക്കുന്നു, അന്ന് സമകാലികനായി ജീവിച്ചിരിപ്പുള്ള ഒരു നബിയുണ്ട്, അത് തന്റെ ജ്യേഷ്ഠനാണ് ഹാറൂൻ അലൈഹിസ്സലാം. മൂസ നബിയാണ് ബനൂ ഇസ്രായേലുകളോട് സംസാരിക്കുന്നത്. മൂസ നബിയെ, ഇന്ന് ഭൂമിയിൽ ഏറ്റവും അറിവുള്ള നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? മൂസ നബി അലൈഹിസ്സലാമിന്റെ മറുപടി, അന അഅലമു അഹ്ലിൽ അർള്, ഇന്ന് ഞാൻ തന്നെയാണ് ഏറ്റവും ഇൽമുള്ളവൻ. കാരണം കിതാബ് നൽകപ്പെട്ട വേറെ നബി അവിടെ ഇല്ല. മൂസ നബി അലൈഹിസ്സലാം നബിയാണ്, റസൂലാണ്. നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മുതഅല്ലിമീങ്ങൾക്കറിയാം. മൂസ നബി അലൈഹിസ്സലാം കലീമുള്ളയാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ വഹി കിട്ടിയ അല്ലാഹു തആല ഒരുപാട് മുഅ്ജിസകൾ, അൽ മുഅ്ജിസാത്തുൽ ബാഖിയാണത്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ തന്നെ പ്രവാചകനും നുണ പറയില്ല. ഒരു പ്രവാചകനും സഗീറത്തോ കബീറത്തോ ആയ പാപങ്ങൾ ചെയ്യുകയില്ല. ഖബിലൽ ബഅസതി വലാ ബഅദ, നബുവത്തിന്റെ മുമ്പോ നബുവത്തിന്റെ ശേഷമോ. മൂസാ നബി പറഞ്ഞ സത്യം തന്നെയായിരുന്നു. അല്ലാഹു പറഞ്ഞു, മൂസ നബിയെ, വിജ്ഞാനം അറിയാൻ നിങ്ങൾ യാത്ര പോകണം. ഇതാ നിങ്ങളുടെ കൂട്ടുകാരൻ യൂശഅ ബിൻ നൂൻ അലൈഹിസ്സലാമിനെയും കൂട്ടിയിട്ട്, നിങ്ങളുടെ ഖാദിമായ യൂശഅ നബിയെ കൂട്ടിയിട്ട് നിങ്ങളൊരു കൊട്ടയിൽ വേവിച്ചെടുത്ത മത്സ്യവുമായി അഖബ ഉൾക്കടലിന്റെ ഭാഗത്തുകൂടെ, അഖബ ഉൾക്കടലും സുയസ് ഉൾക്കടലും കൂടി ചേരുന്ന ഭാഗം ഇന്ന് ശറമുശൈഖ് ഈജിപ്തുകാർ വിളിക്കുന്ന പ്രദേശത്താണ് മൂസാ നബി അലൈഹിസ്സലാം നടത്തുന്ന യാത്രയെന്ന് ചരിത്ര പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നുണ്ട്. നിങ്ങളൊരു യാത്ര പോകണം. മജ്മഅൽ ബഹറൈൻ, രണ്ട് കടലുകൾ കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ചെങ്കടലിന്റെ രണ്ട് കൈകളായി പോകുന്ന അഖബ ഉൾക്കടലുണ്ട്. യോർദാനിലേക്ക് കയറി പോകുന്ന അഖബ ഉൾക്കടൽ, ഈജിപ്തിലേക്ക് കയറി പോകുന്ന സൂയസ് ഉൾക്കടലുണ്ട്. ആ സൂയസ് ഉൾക്കടലിന്റെയും അഖബ ഉൾക്കടലും കൂടിച്ചേരുന്ന ഭാഗം ഇന്നവിടേക്കാണ്. ഈജിപ്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ ശറമുശൈഖ് എന്ന് പറയുന്ന പ്രദേശം അവിടെയാണ്. മൂസാ നബി അലൈഹിസ്സലാം യൂശഅ ബിൻ നൂനുമായി മത്സ്യം കൊട്ടയിൽ വെച്ച് കൊണ്ടുപോവുകയും അല്ലാഹുവിന്റെ വിളിയാളം മൂസാ നബിയെ, വേവിച്ചു നിൽക്കുന്ന നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ആ മത്സ്യം എവിടെയാണോ വെള്ളത്തിലേക്ക് ജീവതുടിപ്പമായി ചാടിപ്പോകുന്നത്, ആ ജീവനില്ലാത്ത മത്സ്യത്തിന് എപ്പോഴാണോ അല്ലാഹു ജീവൻ നൽകുന്നത്, അവിടെ നിങ്ങൾക്കൊരാളെ കാണാം. അവരുമായി നിങ്ങൾ പഠിക്കണം, അവരുമായി നിങ്ങൾ സഹവസിക്കണം. ഇൽമ് സുഹബത്തിലൂടെയാണ് കിട്ടുന്നത്. ഗുരുനാഥൻ ഉസ്താദിന് തവാദുണ്ടെങ്കിൽ മുതഅല്ലിമിനത് ഉണ്ടായിരിക്കും. ഉസ്താദ് അഹങ്കാരത്തിന്റെ വാക്ക് പറയുന്ന ആളാണെങ്കിൽ മുതഅല്ലിമിനത് കിട്ടും. ഉസ്താദ് മുത്തറഫാണെങ്കിൽ, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ ആഡംബരങ്ങൾ ആസ്വദിക്കുന്ന ആളാണെങ്കിൽ മുതഅല്ലിം അതാണ് ഉസ്താദിന് പഠിക്കുന്നത്. ഉസ്താദിന് അതവുണ്ടെങ്കിൽ മുതഅല്ലിം അതാണ് പഠിക്കുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ സുഹബത്ത് കൊണ്ടാണ് അല്ലാഹു തആല ആദരിക്കുന്നത്. ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ കണ്ടു പഠിക്കണം. മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നബിയാണ്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിന് ശരീഅത്തിന്റെ ഇൽമുണ്ട്. ഖിദ്ർ നബി അലൈഹിസ്സലാമിന് ലദുന്നിയായ ഇൽമുണ്ട്. അല്ലാഹു തആല ഗൈബിയായ വിഷയങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കുമ്പോലിന്റെ പരിസര ഭാഗത്തല്ലേ ഉള്ളത്. എന്തിനേറെ പറയണം, അങ്ങനെ ഒരു സൗഭാഗ്യമുള്ള മഹാനല്ലയോ കുമ്പോൽ സയ്യിദന്മാരിൽ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങള്. അല്ലാഹു തആല ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ.
ആ കുടുംബത്തിലെ മഹാനായ സയ്യിദ് അലി തങ്ങളുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുമ്പിൽ നിൽക്കുന്ന മഹാൻ. അല്ലാഹു തആല ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആ കുടുംബത്തിൽ തന്നെ പ്രഗത്ഭനായൊരു സയ്യിദുണ്ട്. മഹാനായ തങ്ങളുടെ ജ്യേഷ്ഠനുണ്ട് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ അവറുകൾ. അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. അവിടെ അനുജന്മാർ സയ്യിദന്മാർ, മക്കള് സയ്യിദന്മാർ, എന്തൊക്കെയോ മഹാത്ഭുതങ്ങൾ അല്ലാഹു നൽകിയെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അത് അല്ലാഹു നൽകുന്ന ഒരു തക്രീമത്താണ്, ഒരു ആദരവാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോരയിലൂടെ കടന്നു വരികയും ആ സയ്യിദ് കുടുംബത്തിന്റെ പിന്മുറക്കാരായി ഈ നാടുമായി ഏറ്റവും അരികത്ത് വളരെ ദൂരെയല്ലാത്തൊരു സ്ഥലത്ത് അല്ലാഹു തആല ഗൈബിയായ വിഷയങ്ങൾ പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലുമായി പറയുകയോ ചെയ്യാൻ കഴിഞ്ഞ അനുഭവങ്ങളുള്ള മഹാന്മാർ നമ്മുടെ ചുറ്റുവട്ടത്ത്. അല്ലാഹുവേ അല്ലാഹുവേ എന്ന് പറഞ്ഞ ഇൽമ്, അതിന്റെ ഒരു നസീബിൽ ഒരൽപ്പം ഞങ്ങൾക്കും നൽകാനേ. മൂസ നബി അലൈഹിസ്സലാമിനെ യാത്ര ചെയ്യണം. മരുഭൂമിയിലൂടെ യാത്ര പോയി അഖബ ഉൾക്കടലും സുയസ് ഉൾക്കടലും ഒരുമിച്ച് ചേരുന്ന മജ്മഉൽ ബഹ്റൈൻ വരെ അല്ലാഹുവിന്റെ നബിയോട് നടക്കാൻ പറഞ്ഞു. അല്ലാഹു വിജ്ഞാനം തേടിയുള്ള യാത്രയായിരുന്നു അത്, ഇൽമ് തേടിയുള്ള യാത്രയാണത്. ആ നടത്തം അവസാനിക്കുന്നത് അവിടെയാണ്. മൂസ നബി അലൈഹിസ്സലാമും ഇന്നത്തെ അവിടെ വിശ്രമിച്ച് അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് മറന്നുപോയത്. കൊട്ടയിലെ മത്സ്യങ്ങളെല്ലാം വെള്ളത്തിലേക്ക് ചാടിപ്പോയിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിലല്ലേ അല്ലാഹു ചരിത്രം പറഞ്ഞത്. എത്ര മനോഹരമായിട്ടാണ്. സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതങ്ങൾ കണ്ടു. ഖിദർ നബിയിൽ നിന്ന് അത്ഭുതങ്ങൾ കണ്ടു, ലദുന്നിയായ ഇൽമ കണ്ടു. ولا أعصي لك أمرا ستجدني إن شاء الله صابرا ولا أعصي لك أمرا. ഒരു മുതഅല്ലിം തന്റെ ഗുരുനാഥനോട് കാണിക്കേണ്ട രണ്ട് അദബുകളാണ് അവിടെ പറഞ്ഞത്. ഞാൻ ഒരിക്കലും അങ്ങയുടെ വാക്ക് ധിക്കരിക്കുകയില്ല, എന്നാൽ നിങ്ങളുടെ കൂടെ ക്ഷമിച്ചും പുറത്തും വിനയത്തോടെ താഴ്മയോടെ ഒരടിമ തന്റെ ഉടമസ്ഥന്റെ മുമ്പിൽ എങ്ങനെയോ അതുപോലെ ഞാൻ വിനയാന്വിതനായി ജീവിക്കുമെന്ന് സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാക്ക് കൊടുത്തുകൊണ്ടാണ് വിജ്ഞാനത്തിന്റെ യാത്ര ആരംഭിച്ചത്. പക്ഷേ റഹിമല്ലാഹു അഖീ മൂസ ലോ സബറ, മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നമ്മുടെ നബി തങ്ങൾ ഹബീബുനാ റസൂലുള്ളാഹ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം മഹാനവറുകൾക്ക് അല്ലാഹു രേഖപ്പെടുത്തിയ റബ്ബിന്റെ കിതാബ് മുൻകടക്കുകയും മഹാനവറുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ഉണ്ടായി. അതിന്റെ പേരിൽ ആ യാത്ര പിരിയേണ്ടി വന്നു. പക്ഷേ നമ്മുടെ വിഷയം വിജയത്തിന്റെ വഴി അന്വേഷിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ വഴിയിലൂടെയുള്ള യാത്രയിൽ ഒരു പക്ഷേ ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. ഈ വാതിന് പക്ഷേ ദൂരങ്ങൾ വന്ന ആളുകളുണ്ടാകും, നടന്നു വന്നവരുണ്ടാകും, ഒരു ക്ഷീണമറിയാതെ വാഹനത്തെ എത്തിയവരുണ്ടാകും. എന്നാൽ നടക്കാൻ പറ്റാതെ വിഷമിച്ച് എത്രയോ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, സയ്യിദന്മാർ, നടക്കാൻ പോലും പ്രയാസമുള്ള ആളുകൾ ദൂരങ്ങളിൽ നിന്ന് സ്വന്തം ശരീരത്തിന്റെ അവശതകൾ മാറ്റിവെച്ചു വന്നവരുണ്ട്. വിജ്ഞാനം അല്ലാഹു നൽകുന്ന ഒരു നൂറാണ്. ആ നൂറിന് മനുഷ്യർ ത്യാഗം ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആണ് ഒരു ഹദീസ് അന്വേഷിച്ചുകൊണ്ട് ഒരൊറ്റ ഹദീസ് പഠിക്കാൻ വേണ്ടി മാസങ്ങളോളം ചെയ്ത യാത്രയെടുത്തത്. ഷാമിലേക്ക്, ഈജിപ്തിലേക്കൊക്കെ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഹദീസ് പഠിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര പോകുന്നു. 40 ദിവസം നീളുന്ന യാത്ര, ഒരൊറ്റ ഹദീസ് അത് കേട്ടു തിരിച്ചു പോന്നു. വേറെ ലക്ഷ്യമോടെ ഇല്ല, കച്ചവടം തുടങ്ങലല്ല, വിചാരിക്കാനോ ജോലിക്കോ അല്ല പോകുന്നത്. ഒരു ഇൽമു പഠിക്കാൻ, ഒരു ഹദീസ് കേൾക്കാൻ. അവിടെ ജീവിക്കുന്ന ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് കേട്ടു എന്ന് പറഞ്ഞ ഹദീസ്, അതൊന്ന് നേരിൽ വേണ്ടി ഹബീബ് പറഞ്ഞു എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ ഹബീബിൽ നിന്ന് നേരിട്ട് കേട്ട ഒരു സ്വഹാബി ഷാമിൽ ജീവിച്ചിരിപ്പുണ്ടെന്നറിയുമ്പോഴേക്കും ഒട്ടകപ്പുറത്ത് മദീനയിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ജാബിർ ഇബ്നു ഹദീസ് കേട്ട് തിരിച്ചു പോരുമ്പോ ഇവിടെ
أرشدني إلى ترك المعاصي وقال العلم نور الله ونور الله لا يعطى لعاصي. മഹാനായ വക്കീഅ റളിയല്ലാഹു ഞാനൊരു പരാതി പറഞ്ഞു. ഇതാ മിൻ സൂഇ ഹിഫ്ളി, ഓർമ്മ കുട്ടികൾ പറയും ഓർമ്മ പഠിക്കണം തലയിൽ നിൽക്കുന്നില്ല. മെഡിസിന് പഠിക്കുന്ന കുട്ടികൾ പരാതി പറയും, പ്ലസ് ടു ഇരിക്കുന്ന കുട്ടികൾ പരാതി പറയും, ഓർമ്മക്കുറവുണ്ട്, ദ്വാരക്കാൻ വേണ്ടി പറയണം. സാധമാരും സയ്യിദന്മാരോട് ദ്വാരക്കാൻ വസിയത്ത് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവർക്ക് ഓർമ്മക്കുറവിന് പരിഹാരം നൽകട്ടെ. നല്ല ഓർമ്മശക്തിയും ഇൽമും അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നൽകട്ടെ. കൂട്ടത്തിൽ വിദ്യാർത്ഥിനികളോട് നമ്മളറിയണം, 2 വയസ്സ് ചെയ്യപ്പെട്ട ഉമ്മ ഇമാം ശാഫിഈ തങ്ങളെ ഗസയിൽ നിന്ന്, നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ ഗാസ എന്ന് പറയുന്ന ഗസയിൽ നിന്ന്, ഫലസ്തീനാണത്. ഫലസ്തീനിൽ 2 വയസ്സുള്ള മോനായിരുന്നപ്പോഴാണ് ഉപ്പ നഷ്ടപ്പെട്ടു പോയ യതീമായ മോനായിരുന്നു നമ്മുടെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഉപ്പ നേരത്തെ മരിച്ച വയസ്സുള്ളപ്പോ ഉമ്മയാണ് മഹാനായ ശാഫിഈ ഇമാമിനെ ഗസയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവരുന്നത്. 2 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഫ്ലൈറ്റിൽ യാത്ര പോകണ്ട്. ഫ്ലൈറ്റ് യാത്രയിൽ ശരി വേദനയായിട്ട് മക്കൾ കരയും, ഉറക്കച്ചടവ്, പ്രയാസം, ക്ഷീണം, ഭക്ഷണം എല്ലാം പ്രശ്നമാണ്. പോലും ഇമാമുന ശാഫിഈ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഗസയിൽ നിന്ന് മക്കയിലേക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ആ മോനെ കൊണ്ടുവരുന്നത്. 7 വയസ്സുള്ളപ്പോഴാണ് ഹഫിദൽ ഖുർആന കുല്ലഹ്, വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപാഠമാക്കിയില്ലേ 7 വയസ്സുള്ളപ്പോ. 10 വയസ്സായപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ ഗ്രന്ഥമുണ്ട് അൽ മുവത്ത. 10 വയസ്സായപ്പോ മുഴുവനും അത് ഹിഫ്ളാണ്. മുവത്ത ഇമാം ശാഫിഈ തങ്ങൾ ഇമാം മാലിക് എന്നവർ ഓതി കൊടുക്കുന്നത് അൻബഹരിൽ ഖൽബ്, കാണാതെയാ ഓതി കൊടുക്കുന്നത്. 10 വയസ്സായപ്പോഴേക്കും മുവത്ത ഹിഫ്ളുണ്ട്. 7 വയസ്സായപ്പോഴേക്കും ഖുർആൻ ഹിഫ്ളുണ്ട്. 12 13 വയസ്സായപ്പോഴേക്കും ആ മഹാനുഭാവനെ ഫത്വ നൽകാൻ വേണ്ടി ഉലമാ ഏൽപ്പിക്കുകയാണ്. ചെറുപ്പക്കാരനാണ്, പക്ഷേ ഫത്വക്കുള്ള ലിയാഖത്തുണ്ടായിരുന്നു, ഫത്വ നൽകാനുള്ള അംഗീകാരമുണ്ടായിരുന്നു, പ്രാഗൽഭ്യമുണ്ടായിരുന്നു. ഇമാം ശാഫിഈ എന്നവരെ, ഇമാം മാലിക് എന്നവരെ മദീനയിൽ ചെന്ന് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് മാലിക് എന്നവർ പറഞ്ഞു, യാ ഗുലാം, അല്ലയോ ചെറുപ്പക്കാരാ, ഇന്നി അറാ ഫീ വജ്ഹിക നൂറാ, നിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട് മോനെ. ഇന്നി അറാ ഫീ വജ്ഹിക നൂറാ, നിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട്. ഫലാ തുസ്ബിഹാ ബിദുൽമത്തിൽ മഅസിയ, പാപങ്ങൾ ചെയ്തിട്ട്, തെറ്റ് ചെയ്തിട്ട് ആ പ്രകാശം മോൻ കെടുത്തിക്കളയരുത്. മുഖത്ത് നൂറുണ്ട്. തിന്മ ചെയ്യുന്നവരുടെ മുഖത്ത് അല്ലാഹു ദുൽമത്ത് കൊടുക്കും. അത് നോക്കിക്കാണാൻ കഴിവുള്ള ഫിറാസത്തുള്ള മുഅ്മിനീങ്ങൾക്ക് മുഖത്ത് നോക്കിയാൽ ഒരു മനുഷ്യൻ അശ്ലീലം കാണുന്നുണ്ടോ എന്ന് മുഖം കണ്ടാൽ മനസ്സിലാകുമെന്നാണ്. ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നുണ്ടോ, വായ കൊണ്ട്, നാവ് കൊണ്ട്, ശരീരം അള്ളാഹു ഇഷ്ടപ്പെടാത്ത തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ ഒരു ഇരുട്ട് അള്ളാഹു മുഖത്ത് കാണിക്കും. അത് കാണാൻ കഴിവുള്ള ഫിറാസത്തിന്റെ അകലുകാരായ മുഅ്മിനീങ്ങൾക്ക് മുഖം നോക്കിയാൽ മനസ്സിലാവും. മറച്ചു പിടിക്കാൻ കഴിയൂല. മനുഷ്യന്റെ മുമ്പിൽ മറച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ പാപം. പിന്നെങ്ങനെയാണ് അല്ലാഹുവിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്? മഹാനായ ഇമാമുന ശാഫിഈ എന്നവര് ചെറിയൊരു തെറ്റ്, ഒരു കുട്ടിയായിരുന്നപ്പോ അറിയാതെ കണ്ടുപോയ ഒരു ചെറിയ തെറ്റ്, കണ്ണുകൊണ്ട് ഒരു പെണ്ണിന്റെ കാൽഭാഗം കാറ്റടിച്ചു പോയപ്പോ കണ്ടുപോയതായിരുന്നു അത്രേ വിഷയം. നമ്മളറിയണം, അശ്ലീലങ്ങൾ എമ്പാടും നോക്കിക്കാണുന്ന വിദ്യാർത്ഥിനികളുടെ സമൂഹമേ, അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയില്ലാതെ ഇസ്ലാം പഴഞ്ചനാണെന്ന് പറയുകയോ, ഇത് കുറച്ച് മുസ്ലിംമാർക്ക് മാത്രമുള്ള ദീനാണെന്ന് പറയുകയോ, ഇത് ഞങ്ങൾക്ക് 21ാം നൂറ്റാണ്ടിലെ ടീനേജേഴ്സിന് പറഞ്ഞതല്ല, ഞങ്ങളൊരു ന്യൂ ജനറേഷൻ അല്ലേ, ഞങ്ങൾക്കൊരു ഒരു ന്യൂ ഡിവൈൻ റെവലേഷൻ വരണം, ഞങ്ങൾക്കിത് പോരാ എന്ന് പറയുന്നവരെ ഒന്നറിയണമേ, അല്ലാഹു നൽകുന്ന പ്രകാശം മുഖങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോഴാണ് മെമ്മറി നഷ്ടപ്പെടുന്നത്, ഓർമ്മശക്തി നഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് പാപങ്ങൾ ചെയ്യുന്നവർക്ക് ഓർമ്മ നിൽക്കില്ല. നമ്മളെന്താ പറയാ, ഓർമ്മക്കുറവുണ്ടാകുന്നത് ചിക്കൻ നിന്നിട്ടാണെന്നാ, ബ്രോയിലർ കോഴി നിന്നിട്ടാണെന്നാ, മഅസിയത്ത് കൊണ്ടാണ്, തിന്മ ചെയ്യുമ്പോഴാണ്.
മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളോട് പ്രിയപ്പെട്ട ഗുരുനാഥൻ വക്കീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ശാഫിഈ തങ്ങളോട് وقال العلم نور الله لعاصي അല്ലാഹുവിന്റെ പ്രകാശമാണ് ഇൽമ്, വിജ്ഞാനം അല്ലാഹുവിന്റെ പ്രകാശമാണ്. വനൂറുല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശം ലാ യുഅതാ ലിആസി, പാപങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുകയില്ല. അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ താക്കോൽ ഇത്തഖുല്ലാഹ വയുഅല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ഇൽമ് തരും. അല്ലാഹു നിങ്ങൾക്ക് ഇൽമ് തരും. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ അല്ലാഹുണ്ടോ, നാവ് കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, മനസ്സുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, ശരീരം കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിവുള്ള ഇൽമ് അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കും. എന്താ വേണ്ടത്? ജീവിതത്തിലെ സൂക്ഷ്മതയാണ്, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. മനുഷ്യൻ കൂടെ തെറ്റ് സംഭവിച്ചു പോകും, പക്ഷെ ഉടനെ തന്നെ തൗബ ചെയ്യും, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. خلق المؤمن مفتنا خلق مفتنا توابا نسيا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ മുഅ്മിനിൻ ഇല്ലാ ലഹു ദംബുൻ യഅതാദുഹു ബൈനൽ ഫൈനതി വൽ ഫൈന. മുഅ്മിനായ മനുഷ്യന് ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റുകൾ ഉണ്ടായിരിക്കും ചില ആളുകൾക്ക്. യഅതാദുഹു ബൈനൽ ഫൈനതി വൽ ഫൈന, തൗബ ചെയ്തു മടങ്ങും, ഇനി ഞാൻ ചെയ്യില്ലെന്ന് പറയും. എന്നാൽ എപ്പോഴെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ആ തെറ്റ് ചെയ്തു പോകും. അങ്ങനെ ചില തെറ്റുകൾ, ചെറിയ തെറ്റുകൾ മുഅ്മിനീങ്ങൾക്കുണ്ടാകും. ഇന്നൽ മുഅ്മിന ഖുലിഖ മുഫത്തനാ, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു പരീക്ഷണങ്ങൾക്കിടയിലാണ് അല്ലാഹു സൃഷ്ടിച്ചത്. തൗവാബൻ, മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും തൗബ ചെയ്യുന്നവനാണ്. നസിയൻ എന്നാൽ കൂടുതൽ മറക്കുന്നവനാണ്. മുഅ്മിന്റെ ഗുണം തൗവാബൻ, അവൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവനാണ്. റബ്ബിനെ കുറിച്ച് ഓർമ്മയുണ്ടാകും. അല്ലാഹുവേ, ആ ഓർമ്മ ഞങ്ങൾക്ക് എപ്പോഴും നിലനിർത്തി തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബ്. ബനൂ ഇസ്രായേലിലെ ഒരാൾ നടന്നു പോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു നാട്ടിലൂടെ. ആ നാട്ടിലൂടെ ഒരിക്കൽ നടന്നു പോകുമ്പോ നല്ല ഗാർഡൻസ് ഉണ്ട്, തോട്ടമുണ്ട്, അവിടെ പഴങ്ങളുണ്ട്, മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട്, നല്ല അങ്ങാടിയുണ്ട്, ഫലഭൂയിഷ്ടമായ മണ്ണാണത്. നല്ല ആ സ്ഥലത്തുകൂടെ വർഷങ്ങൾക്ക് ശേഷം കടന്നു പോകുമ്പോ ചെടികൾ കാണുന്നില്ല, കൃഷിയിടങ്ങൾ കാണുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ട് ജനങ്ങളെല്ലാം ഏതോ ശിക്ഷയാൽ നശിപ്പിക്കപ്പെട്ട് അവിടെ ചെടികൾ മുളക്കാതെ ആ നാട് ഊഷരമായി കാണ്. അല്ലാഹുവിനോട് ചോദിച്ചത്, അല്ലാഹുവേ കൈഫ തുഹീ, അല്ലാഹുവേ എങ്ങനെയാണ് നീ ഭൂമിയെ ജീവിപ്പിക്കുന്നത്? ഈ ഭൂമി മരിച്ചുപോയല്ലോ. അല്ലാഹുവിനോട് ചോദിക്കുന്നു റബ്ബ് തആല എങ്ങനെയാണ് ജീവനില്ലാത്ത ജീവൻ കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ ഇലാഹായ റബ്ബിന്റെ ഖുദ്റത്തിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ ഫഅമാതഹുല്ലാഹു മിഅത ആം, 100 വർഷമാണ് അല്ലാഹു ആ മനുഷ്യനെ ഇവിടെ മരിപ്പിച്ചു കിടത്തിയത്. താനൊരു കുതിരപ്പുറത്തായിരുന്നു യാത്ര ചെയ്തത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഒരു കഴുതപ്പുറത്ത്, ആ കഴുതപ്പുറത്ത് തന്റെ ഭക്ഷണമുണ്ട്, എല്ലാമുണ്ട്. ആ മനുഷ്യൻ അല്ലാഹു ഉയർത്തി അവിടെ ഉറക്കിക്കിടത്തി, 100 കൊല്ലം ഉറക്കിക്കിടത്തി. അതിന് മുമ്പ് അസ്ഹാബുൽ കഹ്ഫിനെ, ഇതിന്റെ മുമ്പല്ല ശേഷം, കാരണം ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തോടടുത്ത കാലമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കാലം. ഈ മനുഷ്യന്റെ സംഭവത്തിന് ശേഷം ഇത് ഉസൈർ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ ഒരു ആബിദായ, ഒരു സ്വാലിഹായ ബനൂ ഇസ്രായീലിൽ ഒരു നല്ല മനുഷ്യനോ ആയിരുന്നിരിക്കണം. ആരാണ് പേരെന്ന് ഖുർആൻ പറഞ്ഞില്ല. 100 വർഷം അവിടെ ഉറക്കിക്കിടത്തി. കുതിര, തന്റെ കൂടെയുണ്ടായിരുന്ന കഴുത, ആ മൃഗത്തെയും അല്ലാഹു മരിപ്പിച്ചു. അത് മാംസം അഴിഞ്ഞ് എല്ല് മാത്രം, എല്ലിൻ കഷ്ണങ്ങൾ മാത്രം ബാക്കിയാവുന്നു. 100 കൊല്ലം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നു. അദ്ദേഹം ഉറങ്ങിയത് രാവിലെയാണ്, എഴുന്നേൽപ്പിച്ചത് അസർ നേരത്താണ്. അല്ലാഹു ചോദിക്കുന്നു, കം ലബിസ്ത, എത്ര നേരമായി ഉറങ്ങുന്നു? യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരല്പമോ, ഒരു ദിവസത്തിന്റെ അല്പമോ ഉറങ്ങിയതുപോലെ തോന്നുന്നു. അല്ലാഹു പറയുന്നു, അല്ല, നിങ്ങൾ ഉറങ്ങിക്കിടന്നത് 100 കൊല്ലമാണ്. വൻദുർ ഇലാ ഹിമാരിക വലിനജ്അലക ആയതൻ ലിന്നാസ്.
وانظر إلى العظام كيف ننشزها. കൈക്കടിഞ്ഞ കുതിര എല്ലും കഷ്ണങ്ങളാണ്, പക്ഷേ ഭക്ഷണത്തിന് കേടും പറ്റിയില്ല. കൊല്ലം കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് കേട് പറ്റിയിട്ടില്ല. കുതിര ചത്തുപോയിട്ടുണ്ട്, ആകില്ല. അല്ലാഹു തആല പറഞ്ഞു, നോക്കിക്കോളൂ, കൈഫ നുൻശിസുഹാ വൻദുർ ഇലൽ ഇളാം. ആ എല്ലിലേക്കൊന്ന് നോക്കണം. കുതിരയുടെ വാഹനമായിരുന്ന കഴുതയുടെ എല്ലുകളിലേക്ക് നോക്കൂ. നാം ഇപ്പോൾ ജീവൻ കൊടുക്കുകയാണ്, യോജിക്കുകയായി. ആ എല്ലുകൾക്ക് മാംസം കവിയുകയായി, മാംസം പൊതിയുകയായി, ശരീരത്തിന്റെ ഭാഗങ്ങൾ കൂടിച്ചേരുക, രക്തധമനികൾ പ്രവർത്തിക്കുകയായി. ആ കഴുതയുടെ ശരീരത്തിലേക്ക് അല്ലാഹു ജീവൻ കൊടുക്കുകയായി. ആ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്റെ മുമ്പിൽ അല്ലാഹു കാണിച്ചു കൊടുത്തു. ഈമാൻ ബലപ്പെടാൻ ഇതിലപ്പുറം ഇനി എന്ത് വേണം? ഇബ്രാഹീം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചതും ഇങ്ങനൊരു ചോദ്യമാണ്. അല്ലാഹുവേ, എനിക്കൊന്ന് കാണിച്ചു തരുമോ? കൈഫ തുഹ്യിൽ മൗതാ, എങ്ങനെയാണ് റബ്ബേ, എങ്ങനെയാണ് റബ്ബേ നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? മഹാനായ ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു കിടക്കുന്നൊരു കഴുതയെ കണ്ട നേരം, ആ കഴുതയെ കുറെ മൃഗങ്ങൾ വന്ന് തിന്നുന്നു, കഴുകന്മാർ വന്ന് കൊത്തി തിന്നുന്നു, ചെന്നായകൾ വന്ന് കടിച്ചു തിന്നുന്നു. ഇത് പറഞ്ഞുറപ്പേച്ചു പോയതിന് മുഴുവനും ജീവൻ കൊടുക്കുന്നത് തമ്പുരാനെ, എങ്ങനെയാണ് നീ ജീവൻ കൊടുക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ ദൃഷ്ടാന്തം ഇബ്രാഹിം ചോദിച്ചു. അല്ലാഹുവിന്റെ ചോദ്യം എന്താണ്? അവലം തുഅ്മിൻ ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് ഈമാനില്ലയോ? ഉണ്ട് റബ്ബേ. എന്നിട്ട് പിന്നെ എന്തിനിതറിയണം? വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിൽ ഒരു ആശ്വാസം ലഭിക്കാനാണ്. അല്ലാഹു പറഞ്ഞു, ഖുദ് അർബഅതൻ മിനത് തയ്ർ, 4 പക്ഷികളെ, ആ പക്ഷികളെ നിങ്ങൾ കൊല്ലുന്നു, അതിന്റെ മാംസം നിങ്ങൾ വേർതിരിക്കുന്നു, മിക്സ് ചെയ്യുന്നു. അങ്ങനെ ഓരോ മാംസത്തിന്റെ പിടി നിങ്ങൾ 4 മലകളിൽ, ഓരോ വൃക്ഷത്തിന്റെ മീതയും ഓരോ മിക്സ് ചെയ്യപ്പെട്ട മാംസത്തിന്റെ ഒരംശം 4 മലകളുടെ പർവ്വതങ്ങളുടെ മുകളിൽ എന്നിട്ട് നിങ്ങൾ അവയെ വിളിക്കുക. പക്ഷികളെ ഓടി വരിക എന്നിലേക്കെന്ന് നിങ്ങളെന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് വേണ്ടി ആ പക്ഷികൾ ഓടി വരും, ആ പക്ഷികൾ പറന്നു വരും. ഇബ്രാഹിം നബി യാണ്. ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അത് അല്ലാഹുവിലേക്ക് അറിയാനുള്ള, അടുക്കാനുള്ള വഴിയാണ്. മെഡിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥി, ഡോക്ടറാവാൻ വേണ്ടി പഠിക്കുന്നവരെ, 2 ഡോക്ടർമാര്, നമുക്ക് ഡോക്ടർ മെഡിസിൻ ചെയ്യുന്നവരെ എത്ര വലിയ അത്ഭുതമാണ് കാണുന്നത്. ലാബുകളിൽ ഓരോ ശരീരകോശത്തെയും, അത് പ്ലാന്റ്സ് അല്ലാവട്ടെ, അനിമൽസ് അല്ലാവട്ടെ, ശരീരത്തിന്റെ ഏതെങ്കിലും ഓർഗാനുകളാകട്ടെ, അത്യാധുനികമായ മെഷീനറിക്കുള്ളിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോ, ഡയഗ്നോസ് ചെയ്യുമ്പോ, അല്ലാഹു മനുഷ്യ ശരീരത്തിൽ പടച്ച മഹാത്ഭുതങ്ങൾ നമ്മൾ കാണുമ്പോൾ ഓർക്കണം, ഇത് ഇബ്രാഹിം നബി ചോദിച്ച ദൃഷ്ടാന്തം കണക്ക് ഒരു ദൃഷ്ടാന്തമല്ലയോ? നമ്മുടെ കണ്ണെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പല്ലുകൾക്ക് എങ്ങനെയാണ് ഉറപ്പുണ്ടായത്? നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? എങ്ങനെയാണ് വെള്ളം ഇറക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത്? ശരീരം എങ്ങനെയാണ് അതിനെ അബ്സോർബ് ചെയ്യുന്നത്? എങ്ങനെയാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ഇന്റേണൽ എന്നത് ശ്വാസോച്ഛ്വാസം എത്ര വലിയ അത്ഭുതമാണ്. 1 മിനിറ്റ് ശ്വസിക്കാതിരിക്കാൻ നമുക്ക് കഴിയോ? മരിച്ചുപോവില്ലേ മനുഷ്യൻ? 1 മിനിറ്റ് നേരം വായും മൂക്കും പൊത്തിപ്പിടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുമോ? എത്ര ദുർബലനാണ് മനുഷ്യൻ! മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇന്ന് സ്പെഷ്യലൈസ് ചെയ്യപ്പെടുന്ന ഭാഗങ്ങളാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ദൃഷ്ടാന്തം, ഒരു ആയത്ത് നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അവിശ്വാസികൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാഖ്, പ്രപഞ്ചത്തിന്റെ ചക്രവാള സീമകളിൽ, ഏതോ നാടുകളിൽ, ഏതോ രാജ്യങ്ങളിൽ, ഏതോ നടക്കുന്ന അത്ഭുതങ്ങള് നമ്മൾ കാണുന്നില്ലേ? വാട്സപ്പിലൂടെയോ നമ്മുടെ ഫേസ്ബുക്കിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ യൂട്യൂബിലൂടെയോ ഒക്കെ
ഓരോരോ വീഡിയോകൾ, ഓരോ അത്ഭുതങ്ങൾ, കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ഫ്രീസറിനെടുത്ത് വെക്കുന്ന മത്സ്യത്തിന് പിന്നെ ജീവൻ. നിസ്സാരമാണോ ഇതൊക്കെ? നിസ്സാരമാണോ ഇതൊക്കെ? പ്രപഞ്ചത്തിന്റെ മഹാത്ഭുതങ്ങൾ. തീജ്വാലകൾ വളരെ വിശുദ്ധമായ ഖുർആൻ നരകത്തിന്റെ മഹാഭയാനകമായ രംഗം വിവരിച്ചിടത്ത് ഭയാനകമായ തീക്കുന്ന തീജ്വാലകൾ എന്ന് പറഞ്ഞത് ഭൂമിയുടെ ഭാഗങ്ങളിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്ന തീജ്വാലകളുടെ എന്തൊക്കെ വലിയ അത്ഭുതങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ കാണുമ്പോൾ അവിശ്വാസികൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാനാ കാണിച്ചത് എന്റെ വചനങ്ങളിൽ, എന്റെ ഖുർആനിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് എന്നെ പറ്റി അറിയാൻ കഴിയും. അല്ലാഹു തആല പറയാണ്, സനുരീഹിം ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കും. റഷ്യയിലെ ഒരു ചെറിയ പിഞ്ചു പൈതലിന്റെ കാലുകളിൽ അല്ലാഹ് എന്ന്, സുബ്ഹാനല്ലാഹ് എന്ന്, അൽഹംദുലില്ലാഹ് എന്ന് പിഞ്ചു പൈതലിന്റെ കാലുകളിൽ അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നു. വിശുദ്ധ ഖുർആന്റെ ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ എന്തൊരു വലിയ അത്ഭുതമല്ലേ അത്! CNN പോലെയുള്ള ചാനലുകൾ പോലും റിപ്പോർട്ട് ചെയ്തു. വിശുദ്ധ ഖുർആൻ എഴുതപ്പെടുന്ന ഒരു കുഞ്ഞിന്റെ 1 വയസ്സ് പോലും ആവാത്ത ചെറിയ പിഞ്ചു പൈതൽ. വലിയ അത്ഭുതങ്ങൾ. ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരും, ഇത് എന്റെ ദൃഷ്ടാന്തങ്ങളാണെന്ന്. പിന്നെ അല്ലാഹു പറഞ്ഞ രണ്ടാമത്തെ ഭാഗം, അവരുടെ ശരീരത്തിൽ തന്നെയും. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? മെഡിക്കൽ സയൻസിന്റെ ശരീരം പഠിക്കുന്ന ഭാഗം. ഹോസ്പിറ്റലുകളിൽ സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ട ഡോക്ടേഴ്സ്, സ്പെഷ്യലൈസ് ചെയ്തവരെ, PhD ചെയ്തവരെ, ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ എത്ര സങ്കീർണമായ പഠനം മനുഷ്യ ശരീരത്തെ കുറിച്ച് നടക്കും എന്ന് തന്നെയല്ലേ ആ വാക്കിന്റെ അർത്ഥം? എന്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ ചക്രവാള ടീമുകളിലും അവരുടെ ശരീരങ്ങളിലും ഞാൻ കാണിച്ചു കൊടുക്കും. മെഡിക്കൽ സയൻസ് പുരോഗമിക്കുന്നത് ഈ ആയത്തിന്റെ ഒരു പുലർച്ചയാണ്. മെഡിക്കൽ സയൻസിലെ ഗവേഷണങ്ങൾ നടക്കുന്നത്, മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കണ്ടെത്തുന്നത്, രോഗ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർമാർ പഠനം നടത്തുന്നത്, സയന്റിസ്റ്റുകൾ കണ്ടെത്തുന്ന മഹാത്ഭുതങ്ങൾ, ശരീരത്തെക്കുറിച്ചുള്ള പഠനം, ഇത് ലോകത്ത് നടക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞ ഭാഗമല്ലേ അത്? ഏറ്റവും കൂടുതൽ മെഡിക്കൽ സയൻസ് ആണെന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലുകൾ കൂടുകയാണ്. രോഗങ്ങൾ വിവിധ തരങ്ങളിൽ, മരുന്നുള്ളത് ഇല്ലാത്തത്, മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് പേടിക്കുന്നത്. എന്നാൽ ഏത് രോഗത്തിനും നാം ശിഫ ഇറക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുകയും ചെയ്യുന്നു. ചുരുക്കി പറയട്ടെ, വിദ്യാർത്ഥിനികൾ, സയൻസ് പഠിക്കുന്ന മക്കൾ, സയൻസ് പീരീഡിൽ സയൻസിന്റെ ലെസൺ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം, അല്ലാഹുവിന്റെ സൃഷ്ടിയെ കുറിച്ചാണ് ഈ ചർച്ച. ഫിസിക്സ് പഠിക്കുന്നത് അല്ലാഹുവിന്റെ സൃഷ്ടി, കെമിസ്ട്രി പഠിക്കുന്നത് റബ്ബിന്റെ സൃഷ്ടിപ്പ്, എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, ഒരു ആറ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ്. അല്ലാഹു വിജയം നൽകിയവർ, അവർക്ക് തീജ്വാലകളുള്ള ശിക്ഷ, നരകം അവരെ ഏൽക്കുകയില്ല. നരകത്തിന്റെ ലാഞ്ചന പോലും അവർ കേൾക്കുകയില്ല. വിജയിച്ചവരെ അല്ലാഹു നൽകുന്ന സ്വർഗീയ സുഖങ്ങളിൽ അവർ ആസ്വദിച്ചു കഴിയുന്നവരാണ്. എല്ലാവരും പേടിക്കുന്ന ഭയാനക നാളിന്റെ പ്രയാസങ്ങളൊന്നുമേ വിജയം അല്ലാഹു സുരക്ഷിതമാക്കിയവർ കേൾക്കുകയില്ല. അല്ലാഹുവിന്റെ മാലാഖമാർ അവരെ വന്ന് എതിരേൽക്കുകയാണ്. ഇങ്ങനെ ഒരു നാള് നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ നാളിതാ വന്നെത്തിയിരിക്കുകയാണ്, സന്തോഷിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ അവരോട് പറയും എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവേ, അങ്ങനെ സമാധാനം ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, ഉസ്താദുമാരെ, മശായിഖന്മാരെ, നിന്റെ ദീനിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരെ, ഏതെല്ലാം അതിന്റെ മജ്‌ലിസുകൾ കണ്ടോ, എവിടെയെല്ലാം മുതഅല്ലിമീങ്ങൾ ഇൽമു തേടി പോയിട്ടുണ്ടോ, ആരെല്ലാം അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, ഈ ദീനിന്റെ സഹായികളായി ആരെല്ലാം ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ടോ, സർവർക്കും ആ വിജയം നൽകണേ തമ്പുരാനെ. വിജയത്തിന്റെ ഏറ്റവും വലിയ മന്ത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ചറിയലാണ്.
ആ അറിവ് ലഭിക്കുമ്പോൾ അല്ലാഹു നൽകുന്ന ഒരു ധൈര്യമുണ്ട്. ആ അറിവ് ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ഇസ്ലാം അന്യമായി കണ്ടിരുന്ന ആളുകൾ ആ ദീനിലേക്ക് കടന്നു വരുമ്പോ അവര് പറഞ്ഞ വാക്കുകൾ അത്ഭുതമാണ്. മുസ്ലിമീങ്ങളല്ലാതിരുന്നവര് മുസ്ലിമായി കഴിയുമ്പോ ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം ഞങ്ങൾക്ക് വരുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന ഒരു ധൈര്യം. ആ ത്യാഗത്തിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ ഈ വിജയമന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ദീനിലേക്ക് ആളുകൾ വരുന്നത്. അള്ളാഹു നൽകുന്ന ഒരു കരുത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്ത് കൊണ്ടല്ലയോ ആകാശഭൂമികളെ അള്ളാഹു സംവിധാനിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്തിലൂടെയല്ലയോ അള്ളാഹു മുഅ്മിനീങ്ങളെ ഇഷ്ടപ്പെട്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെയല്ലയോ ഭൂമിയെ നശിപ്പിക്കാതെ അള്ളാഹു കൊണ്ടുപോകുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ ഒരു മഹത്വത്തിലല്ലയോ അല്ലാഹു വിശുദ്ധ ഖുർആൻ ഇറക്കി തന്നത്? ഖിയാമത്ത് നാളെ നടക്കുന്നതും സിറാത്ത് നാട്ടപ്പെടുന്നതും അല്ലാഹു നന്മതിന്മകൾ തൂക്കുന്ന തുലാത്ത് നിവർത്തി വെക്കുന്നതുമെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയല്ലയോ? അല്ലാഹുവേ, അലൈഹാ നഹ്യാ വഅലൈഹാ നമൂത്ത് വഅലൈഹാ നഹ്ശറു ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിക്കുകയും അങ്ങനെ തന്നെ മരിക്കുകയും അതിന്റെ അഹലുകാരായി നാളെ വിളിക്കപ്പെടുകയും പുനർജന്മം നൽകപ്പെടുകയും ചെയ്യുന്നവരിൽ അല്ലാഹുവേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അതുകൊണ്ട് യുവാക്കളോട്, യുവതികളോട്, ചെറുപ്പക്കാരോട്, ഈ പൈവലിക പ്രദേശത്തെ എന്റെ സത്യസന്ധരായ വിദ്യാർത്ഥിനികളോട് പറയട്ടെ, വിജയത്തിന്റെ മന്ത്രങ്ങളിൽ രണ്ടാമത്തേത് ഒന്ന് വിജ്ഞാനം തേടിയുള്ള യാത്രയാണ്, ദൃഷ്ടാന്തങ്ങൾ തേടിയുള്ള യാത്രയാണ്. രണ്ടാമത്തേത് നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള നിസ്കാരമെന്ന ബന്ധം ഊട്ടിയുറപ്പിക്കലാണ്. നിസ്കാരമെന്ന ബന്ധം ഊട്ടിയുറപ്പിക്കല്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, كان يؤتى بالرجل يهادى بين الرجلين حتى يقام في الصف وما يتخلف عن الصلاة إلا رجل معلوم النفاق. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചില ആളുകൾ നടക്കാൻ കഴിയാതെ രണ്ടാളിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് യുഹാദാ ബൈന റജുലൈൻ, തോളിൽ കൈവച്ചുകൊണ്ട് മറ്റൊരാളെ ശരീരത്തിലേക്ക് ലീൻ ചെയ്തിട്ട് ചാഞ്ഞു നിന്നിട്ട് നടക്കാൻ പറ്റാത്തവരെ അല്ലാഹുവിന്റെ ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരേണമേ, വിജയത്തിലേക്ക് വരേണമേ എന്ന് വിളിച്ചു പറയുമ്പോ നടക്കാൻ പറ്റാത്തവരെ ഞങ്ങൾ സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് രണ്ടാളിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് കാല് ഭൂമിയിൽ നിലത്ത് വെച്ച് നടക്കാൻ പറ്റാത്തവര് കാല് വേച്ച് പള്ളിയിലേക്ക് വരികയും അങ്ങനെ സ്വപ്പുകളിൽ അവരെ കൊണ്ടുപോയി അവിടെ ഇരുത്തുകയും ചെയ്യും. എന്തേന്നറിയോ? നിസ്കരിക്കാൻ വരാതിരിക്കുന്നവർ കപടവിശ്വാസം, കാപട്യമുണ്ട് എന്നറിയപ്പെട്ടവരല്ലാതെ കേൾക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാതിരിക്കുന്നത് മുനാഫിക്കുകളായിരുന്നു മുഅ്മിനീങ്ങൾ. നടക്കാൻ പറ്റാത്തവർ പോലും ഒരാളിന്റെ തോളിൽ കൈവച്ചുകൊണ്ടെങ്കിലും അന്ന് നിസ്കാരങ്ങൾക്ക് വരാറുണ്ടായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എത്രയോ വാളുകൾ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടവരാണ്. അതിലേക്കൊന്നുമല്ല പോകുന്നത്, ചെറിയ സൂചനകൾ മാത്രമാണ് നൽകുന്നത്. ആകാശ ലോകങ്ങളിലെ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ റബ്ബിനോട് പരാതി പറയുമത്രേ, മത്സ്യങ്ങൾ പരാതി പറയുമത്രേ, സസ്യങ്ങളും ചെടികളും ഇഴജന്തുക്കളും പക്ഷികളും മൃഗങ്ങളും അല്ലാഹുവിനോട് പരാതി പറയും. മഴ വരാതിരുന്നാൽ അവർ പറയും മുനിഅന الرزق بسببك منعنا الرحمة بذنبك منعنا القطر من السماء بجريمتك. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ വിളിച്ചു പറയുമത്രേ, ചെടികൾ വിളിച്ചു പറയുമത്രേ, മഴ കിട്ടാതെ വരുമ്പോ മഴവെള്ളം വേണ്ടേ, നമുക്ക് കിണറ്റിൽ വെള്ളം മുക്കിക്കൊണ്ടുവരാം അല്ലേ? ഗൾഫ് നാടുകളൊക്കെ ചെയ്യുന്ന പോലെ സാലിനേഷൻ ചെയ്യാൻ പറ്റും. ചിലപ്പോ ഉപ്പുവെള്ളം ശുദ്ധിയാക്കാൻ പറ്റിയേക്കും. വലിയ വലിയ ഡിസാലിനേഷൻ പ്ലാന്റുകളുണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്.
വലിയ വലിയ സാലിനേഷൻ പ്ലാന്റുകള് ബൾക്ക് ക്വാണ്ടിറ്റികളിൽ ഇഷ്ടം പോലെ മില്യൺ കണക്കിന് ഗ്യാലൻ വെള്ളം നമുക്ക് ശുദ്ധിയാക്കി എടുക്കാൻ പറ്റിയേക്കും. എന്നാൽ ജീവജാലങ്ങൾക്ക് എവിടെന്ന്, സസ്യങ്ങൾക്ക് എവിടെന്ന്, പക്ഷികൾക്ക് എവിടെന്ന്, ഇഴജന്തുക്കൾക്ക് വെള്ളം വേണം. കിണറ്റിറങ്ങി മുക്കി കുടിക്കാൻ പറ്റുമോ ഇഴജന്തുക്കൾക്ക്? അവർക്ക് വെള്ളം വേണ്ട ജീവിക്കാൻ. ഒത്തിരി ഞങ്ങൾ പറയുന്നു, മഴ കിട്ടാതെ വരുമ്പോ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാണുള്ളതല്ലേ. ആവശ്യത്തിനുള്ള മഴ അല്ലാഹു നൽകാതിരിക്കുന്നത് അദാബാണ്, പരീക്ഷണമാണ്. അല്ലാഹുവേ اللهم اغثنا غيثا مغيثا هنيئا مريئا غدقا. അല്ലാഹുവേ മഴ ആവശ്യമുള്ള നേരത്ത് ആവശ്യമായ തോതിൽ ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. മഴയില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടാൻ മനുഷ്യർക്കും ആവില്ല. ജീവജാലങ്ങൾ പറയുമത്രേ, അല്ലാഹുവിനോട് പറയുമത്രേ, മനുഷ്യരെ കുറിച്ച് പരാതി പറയും. മനുഷ്യ നീ കാരണമാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ പോകുന്നത്. നീ ചെയ്യുന്ന തെറ്റുകളെ കൊണ്ടാണ് ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാതെ പോയത്. നീ ചെയ്യുന്ന മഹാപാതകങ്ങൾ കൊണ്ടാണ് ആകാശലോകത്തു നിന്നും ഞങ്ങൾക്ക് ശുദ്ധമഴ വെള്ളം മഴയായി ലഭിക്കാത്തതെന്ന് ജീവജാലങ്ങൾ റബ്ബിനോട് പരാതി പറയുന്നുണ്ടത്രേ. നമ്മൾ അറിയണം, തെറ്റ് ചെയ്യാത്തവരെവിടെ? 6 or 7 വയസ്സ് പ്രായമുള്ള കുട്ടികൾ പോലും മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് അശ്ലീലങ്ങൾ കാണുന്ന കാലം. നമ്മൾ ഓർക്കണം, മഴ കിട്ടിയെങ്കിലല്ലേ അത്ഭുതം, മഴ കിട്ടിയില്ലെങ്കിൽ എന്തത്ഭുതം. ഇവിടെയാണ് തെറ്റുകൾ നടക്കാത്തത്. ഓണം കേറാ മൂലകളെന്നോ ഉൾനാടുകളെന്നോ പറയുന്ന നഗരങ്ങളിൽ നിന്ന് വളരെ ഉള്ളിലേക്ക് താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ പോലും മയക്കുമരുന്നിന്റെ അടിമകളാണ് ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കേൾക്കുമ്പോ എത്ര ഗൗരവമാണത്. കള്ളുകുടിക്കാത്ത വീട്ടുകാരിൽ എന്ന് കേൾക്കുമ്പോ എത്ര വലിയ അത്ഭുതമാണ്. എത്രയോ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നഗരത്തിൽ അർബൻ ലൈഫിന് ചില വീക്ക്നെസ്സുകൾ കാണും, ചില ടെംപ്റ്റേഷൻസിന് കാണും. അങ്ങനെയാണോ നമ്മുടെ ഉൾനാടുകൾ? നഗരങ്ങളിൽ പറ്റുമെന്നല്ലല്ലോ ഇതിനർത്ഥം. പക്ഷെ ഉൾനാടുകളിൽ പോലും മനുഷ്യൻ തന്റെ കൈകളിൽ അല്ലാഹു നൽകുന്ന അപാരമായ റഹ്മത്തുകളുടെ ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളായ മൊബൈൽ ഫോണുകളും നമ്മുടെ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് തെറ്റുകൾ കാണാനുള്ള വഴിവെക്കുമ്പോൾ ജീവജാലങ്ങൾ അല്ലാഹുവിനോട് വിളിച്ചു പറയുകയാണ്, മനുഷ്യ നീ ചെയ്യുന്ന തെറ്റുകൊണ്ട്, വിദ്യാർത്ഥി നീ ചെയ്യുന്ന തെറ്റുകൊണ്ട്, വിദ്യാർത്ഥിനി നീ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് അല്ലാഹു മഴ തരാതിരിക്കുന്നത്. കാരണക്കാരൻ നീയാണെന്ന് അല്ലാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്നവരെ, നിസ്കാരം കൊണ്ട് നടക്കാത്തവരെ സംബന്ധിച്ച് ജീവജാലങ്ങൾ പരാതി പറയും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചോദിക്കുകയാണ് ഖുദ്സിയായ ഒരു ഹദീസിലൂടെ. നിങ്ങളുടെ രക്ഷിതാവും ഉടമസ്ഥനുമായ എന്നിലാണോ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടത്? അല്ലാഹു എന്താ ഞങ്ങളെ ശിക്ഷിക്കാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണോ? മനുഷ്യന്മാര് പറയുന്നില്ല അങ്ങനെ. എന്താ അള്ളാന്റെ അദാബങ്ങ് വരാത്തത്? അള്ളാഹങ്ങട്ട് ഒരു പാപ്പിടിയം പക്ഷി വന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന പോലെ ഒരു മഹാത്ഭുതം ചെയ്തുകൂടെ? ഞാൻ കാരണമാണോ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്? എന്നോടാണോ നിങ്ങൾ ഈ ധൈര്യം കാണിക്കുന്നത്? ഈശ്വരവാദം പറഞ്ഞ് സർവരക്ഷിതാവിനെ ഞങ്ങൾ എന്താ കാണാത്തത് ഞങ്ങൾക്ക് വിശ്വസിക്കാനാവില്ലെന്ന് പറയുന്ന 2 കണ്ണുകൾ നിനക്ക് കിട്ടിയ മനുഷ്യ, ആരാണ് നിനക്ക് ആ കണ്ണ് തന്നത്? നീ ഉണ്ടാക്കിയതാണോ നിന്റെ കണ്ണ്? നിന്റെ ഡോക്ടർ ഉണ്ടാക്കി തന്നതാണോ നിന്റെ കണ്ണ്? അലം നജ്അൽ ലഹു ഐനൈൻ. 2 കണ്ണുകൾ കൊടുത്തത് ഞാനല്ലയോ? അല്ലാഹു ചോദിക്കുന്നു. ഒരു നാവും 2 ചുണ്ടുകളും നൽകിയത് ഞാനല്ലയോ? നിങ്ങളാണോ? നിങ്ങളുടെ ഉപ്പയാണോ ഉമ്മയാണോ ആണത്? ആ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നവൻ പറയാണ്, എന്റെ രക്ഷിതാവിനെ ഞാൻ കാണുന്നില്ല എന്ന്. കാണാത്തത് വിശ്വസിക്കില്ല എന്ന് പറയുന്നവർ, സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയുന്നവർ എത്ര വലിയ ഭൂരിശത്തിലാക്കുന്നുണ്ടോ? നിന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന പരിധിയുണ്ട്, നിന്റെ കാതുകൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ നിനക്ക് കേൾക്കാൻ കഴിയില്ല.
നിന്റെ കൈ എത്തിപ്പിടിക്കാൻ പരിധിയുണ്ട്, നിനക്ക് നടന്നെത്താൻ പറ്റുന്ന പരിധിയുണ്ട്, നിന്റെ സർവ്വ സെൻസറി ഫാക്കൽറ്റികൾക്കും പരിധികളും ലിമിറ്റുകളും ഉണ്ടെങ്കിൽ നിന്റെ ബ്രെയിനിനും തലച്ചോറിനും ലിമിറ്റുകളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു തരുന്നു. എന്നിട്ടാണ് പ്രവാചകന്മാർ അയച്ചു തന്നത്, എന്നിട്ടാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ തന്നത്. ആ ഗ്രന്ഥങ്ങളിലെ അവസാനത്തെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതാ ഖുർആന്റെ ഫൈനൽ ടെസ്റ്റ്മെന്റിന്റെ അവസാനത്തെ റെവലേഷൻ. ആ വിശുദ്ധ ഖുർആനിന്റെ ആയിരക്കണക്കിന് അത്ഭുതങ്ങളുടെ കലവറയായ വിശുദ്ധ ഗ്രന്ഥം കയ്യിലിരുന്നിട്ടാ പറയുന്നത്, ഞാൻ രക്ഷിതാവിനെ കണ്ടില്ല എന്ന്. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്ന ചോദ്യങ്ങളുണ്ട് ചില ആളുകൾ. എങ്ങനെയാണ് അന്റാർട്ടിക്കയിൽ ജീവിച്ചിരിക്കുമ്പോ ഭൂമിയുടെ കോണുകളിൽ, ഭൂമിയുടെ അന്റാർട്ടിക് റീജിയനുകളിൽ സൂര്യാസ്തമയത്തിന്റെ സമയം വ്യത്യസ്തമാകുമ്പോ 6 മാസം വെയിലും 6 മാസം രാവും, അല്ലെങ്കിൽ രാവും പകലും ഏതാനും മണിക്കൂറുകളോ മിനിറ്റുകളോ മാത്രം അനുഭവിക്കുന്ന രാജ്യങ്ങളുണ്ട്. നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയ ഫർളല്ലയോ? ആ ഫർളിനെ രക്ഷപ്പെടാൻ, അത് വേണ്ടെന്ന് വെക്കാൻ, അതിനെ നിരൂപിച്ചുകൊണ്ട് അല്ലാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ആളുകൾ എന്തൊക്കെ അത്ഭുതങ്ങളാ പറയാ. ഗരീബായ ആളുകൾ, വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഞാൻ ആ ചോദ്യത്തെ കുറ്റപ്പെടുത്തുകയല്ല, ചില ആളുകളെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താ ഖുർആൻ ഇറക്കി തന്ന പടച്ച തമ്പുരാന് അന്റാർട്ടിക്കയിൽ ജീവിക്കുന്ന ആളെ എങ്ങനെ നിസ്കരിക്കും? സൂര്യോദയത്തോടുകൂടെ ഫജ്ർ ഖളാകുമ്പോ, മധ്യാഹ്ന സൂര്യനെത്തുമ്പോ, മുഹറിന്റെ സമയമാകുമ്പോ, അസുറിന്റെ നേരം, അസ്തമയമില്ലാത്ത നാടുകളിൽ, സൂര്യോദയമില്ലാത്ത നാടുകളിൽ എങ്ങനെയാ മുസ്ലിമീങ്ങൾ ജീവിക്കുക? എന്തേ ഖുർആൻ ഇതൊന്നും പറയാത്തത്? എന്തേ ഖുർആൻ ഇത് പറയാത്തത്? അതിന് ഉത്തരമുണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ല രീതിയാണ്. പക്ഷേ ഇവിടെ പറയുന്നത്, സോഷ്യൽ മീഡിയകൾ എഴുതിവിടുന്നത് അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ ഇറക്കിയ സർവശക്തനായ അല്ലാഹുവിന് അല്ലാഹുവിന്റെ ഭൂമിയിൽ തന്നെ 6 മാസം പകലും 6 മാസം രാത്രിയുമുണ്ട് എന്ന വസ്തുത അറിയില്ലേ എന്ന ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. അതെന്തൊരു ഗുരുതരമാണ്. മുത്തുനബി ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു എന്ന് നബി ആരോപിക്കുന്നു. കാരണം 24 മണിക്കൂർ സൈക്കിളുകൾ, സൂര്യോദയവും സൂര്യാസ്തമയവുമുള്ള ആ രാജ്യങ്ങളുടെ പരിധിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം പറ്റൂ എന്നും, അന്റാർട്ടിക്കയിലോ അല്ലെങ്കിൽ എങ്ങനെ റമളാൻ നോമ്പെടുക്കുമെന്നൊക്കെ ചോദ്യം ചോദിച്ച് ആലിമീങ്ങളെ കുഴക്കാൻ കഴിയില്ല. കാരണം അല്ലാഹു മറുപടി പറയാതെ പോയ വിഷയങ്ങളില്ല. ഫിൻലാൻഡ്, അതുപോലെ നമ്മുടെ ഒരു ആർട്ടിക് റീജിയന്റെ ഭാഗങ്ങൾ വരുന്ന ഭാഗമാണ് ഫിൻലൻഡ്. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളുണ്ട് ഫിൻലൻഡുകാര്. റമളാനിൽ 23 മണിക്കൂർ പകലുള്ള സമയമുണ്ടായിട്ടുണ്ട് അവിടെ. എന്റെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ നോമ്പെടുക്കും? വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ നബി തങ്ങൾ മറുപടി തന്നിട്ടുണ്ട്. മസീഹു ദജ്ജാലിന്റെ ഹദീസ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ മസീഹു ദജ്ജാൽ വരുന്ന അത്ഭുതം പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു. 3 ദിവസം അതിൽ അത്ഭുതമാണ്. 40 യൗമൻ, 40 ദിവസമായിരിക്കും മസീഹു ദജ്ജാൽ ഭൂമിയിൽ ഉണ്ടാവുക. യൗമുൻ കസനത്തിൻ, യൗമുൻ കശഹരിൻ വയൗമുൻ കജുമുഅ. ആ 40-ൽ ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യം കാണും, ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം കാണും, വേറെ ഒരു ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യമുണ്ടാകും എന്ന് പറഞ്ഞ പരിശുദ്ധമായ സ്വഹീഹായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂലിനോട്, ഗുരുനാഥനോട് അവിടുത്തെ സ്വഹാബികൾ ചോദിച്ചു. അല്ലാഹു ചോദിപ്പിച്ചു. എന്തുകൊണ്ടെന്നറിയോ? 21-ാം നൂറ്റാണ്ടിൽ വരുന്ന ആളുകൾ അല്ലാഹുവിന്റെ ദീനിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മാത്രം നോക്കി നടക്കുന്നവർ, എന്നാൽ വെളിച്ചം കാണാതെ പോകുന്നവർക്ക് വായടപ്പൻ മറുപടി കൊടുക്കാൻ അല്ലാഹു ചോദിപ്പിച്ചതായിരിക്കണം. സ്വഹാബികൾ ചോദിച്ചല്ലോ, നബിയേ, 1 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസം ഉണ്ടാകുമ്പോ 24 മണിക്കൂറിൽ ഞങ്ങൾ നിസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരം മതിയോ നബിയെ? 1 കൊല്ലം അസ്തമിക്കാതെ സൂര്യൻ നിൽക്കുന്ന ആ കാലത്ത് 5 നേരത്തെ നിസ്കാരം മതിയോ 1 കൊല്ലം ദൈർഘ്യമുള്ള ദിവസത്തിന്? ഹബീബിന്റെ മറുപടി എന്താണില്ല, അല്ലല്ല, 1 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ആ ദിവസത്തെ നിങ്ങൾ സൂര്യോദയവും സൂര്യാസ്തമയവും കണക്കാക്കാൻ പറ്റാത്ത സമയത്ത് നിങ്ങളതിനെ മാസങ്ങളാക്കി
ആഴ്ചകളായി 24 മണിക്കൂർ ദിവസങ്ങളാക്കി നിങ്ങൾ കണക്കാക്കുകയും 24 മണിക്കൂറിൽ ഒരു ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന നിസ്കാരം ഓരോ ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ആ ദിവസത്തിൽ ഒരു കൊല്ലം നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസ് ഉണ്ടായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെതിരെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിലെ കസർത്തുകൾ നടക്കുന്നത് എത്ര വലിയ ദൗർഭാഗ്യകരമാണത്. അതും തോന്നുന്നത് എഴുതിയ ആളുകളുടെ ശൈലി കാണുമ്പോ ദീൻ പഠിച്ചവരെ ഫർമെന്ന പ്രയോഗം കണ്ടിട്ടുണ്ട് ഞാൻ. അതിലെ ഫർദായ നിസ്കാരം എന്നൊക്കെ പറയാൻ കഴിവുള്ള വിവരമുള്ള ആളുകൾ എന്റെ ഖുർആൻ ഇറക്കിയ ആളിന് അന്റാർട്ടിക്കയിൽ ആളുകൾ താമസിക്കുമെന്ന് അറിഞ്ഞില്ലേ? അവിടെ മുസ്ലിമീങ്ങൾ വരുമെന്ന് അറിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നോമ്പെടുക്കേണ്ടത്. 24 മണിക്കൂർ ഒരു മനുഷ്യന് നോമ്പെടുക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെയാ? സൂര്യോദയം മുതൽ ഫജ്ർ മുതൽ സൂര്യാസ്തമയം വരെ നമ്മൾ ചെയ്യുന്ന നോമ്പ് ഒരു മനുഷ്യന് സാധ്യമാകാതെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും സിമ്പിളായി പറഞ്ഞ പരിഹാരം എന്താണ് അതിന്? നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. 23 മണിക്കൂർ നോമ്പെടുക്കാൻ പറ്റുന്ന ആളാണോ? ആരോടുണ്ടോ? സാധ്യമാണോ? ചെയ്യണം. സാധ്യമല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇനി വിന്റർ സമയം വരും, 4 മണിക്കൂർ പോലും പകലില്ലാത്ത സമയാക്കി വരും. അവർ കാത്തു നിന്നോട്ടെ, കഥാ വീട്ടാം. സാധിക്കുന്നവർ നോമ്പെടുക്കുക, സാധിക്കുന്നവരെടുക്കുക. പറ്റാത്തവരോ അയ്യാമൻ, അതിന് തത്തുല്യമായ കാലഘട്ടം റമദാൻ കഴിഞ്ഞാലും അവർക്ക് നോമ്പ് ഖദാ എടുക്കാം, ഖദാ വീട്ടാം. എത്ര മനോഹരമായി ശറഅത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പല പണ്ഡിതന്മാരും വേറെയും അഭിപ്രായങ്ങൾ അത് മുഖേന വെച്ചിട്ടുണ്ട്. മെറിഡിയൻ ഭൂമിയുടെ കാലാവസ്ഥ 24 സമ്പൂർണമായൊരു കാലാവസ്ഥയെ കണക്കാക്കിയിട്ട് ആ രാജ്യത്തോട് താദാത്മ്യപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് നോമ്പെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതിന് ഏറ്റവും സേഫായ സുരക്ഷിതമായ മറുപടി, നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയോ? എടുക്കുക. വിശുദ്ധ റമദാനിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ പോയിരുന്നു. അവിടെ റമദാൻ 19-20 മണിക്കൂറായിരുന്നു. 20 മണിക്കൂർ ഒരു പ്രയാസമില്ല നോമ്പെടുക്കാൻ പറ്റുമോ? നോമ്പെടുക്കുക. പറ്റാത്തവരാണ് ഇതാ ഇനി പകൽ 6 മണിക്കൂർ വരുന്ന സമയമുണ്ട്. അപ്പൊ കഥാ കുട്ടിക്ക് നിന്നെ കൊണ്ടാവുമെങ്കിൽ എടുക്ക്. ഒരു ശരീരത്തിന് സാധ്യമല്ലാത്തത് അല്ലാഹു അവരോട് ചെയ്യാൻ പറയുന്നില്ല. കഴിയില്ലേ? അല്ലാഹു കുട്ടിക്കോ സാധ്യമല്ലേ? അല്ലാഹു നിനക്ക് വഴിവെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ ദീന് സമ്പൂർണമായ മതമായിരിക്കെ ഏതെങ്കിലും ഒരു ഭൂമിയുടെ ഒരു പ്രദേശത്തിന്റെ കഥ പറഞ്ഞിട്ട് നിസ്കരിക്കാൻ ഞാൻ ഒരുക്കമല്ല, കാരണം ഇസ്ലാമിന്റെ നിസ്കാര സങ്കല്പം പൂർണ്ണമല്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ ഈ ഉമ്മത്തിന്റെ പൊതുവിഷയങ്ങളിൽ വിവരമില്ലാത്ത ആളുകൾ ഇടപെടുന്ന കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തോടുകൂടെയാണ് പറഞ്ഞത്. അല്ലാഹു തആല പറയട്ടെ, അബീ തഗ്തറൂൻ അം അലയ്യ തജ്തലിഹൂൻ, എന്നോടാണോ നിങ്ങൾ ധൈര്യപ്പെടുന്നത്? എന്നിലാണോ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നത്? ഫിയ ഹലഫ്തു, ഞാൻ എന്നെ തന്നെ സത്യം ചെയ്ത് പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് പരീക്ഷണം നൽകാൻ പോകുന്നുണ്ട്. നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക് പോലും പരിഭ്രാന്തരായി ഓടേണ്ടി വരുമെന്ന് അത്തരം പരീക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നുണ്ട്. അല്ലാഹു അവനെ തന്നെ സത്യം ചെയ്ത് പറയുന്നു. അല്ലാഹുവിനെ തന്നെ സത്യം. ചെയ്യുന്ന പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരും ഇല്ലായിരുന്നുവെങ്കിൽ, നിസ്കരിക്കുന്ന പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഇല്ലായിരുന്നുവെങ്കിൽ, പാല് കുടിക്കുന്ന പിഞ്ചോമനകൾ ഇല്ലായിരുന്നുവെങ്കിൽ, മേഞ്ഞു നടക്കുന്ന കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ കാരണം എന്റെ വിളിയാളം കേട്ട് നിസ്കരിക്കാതെ നടക്കുന്ന ആളുകൾ നിങ്ങളിൽ ജീവിച്ചിരിക്കെ ഈ ഭൂമിയിലേക്ക് ഞാൻ നിങ്ങളെ ആഴ്ത്തിക്കളയുമായിരുന്നു എന്ന് അല്ലാഹു തആല പറയുമ്പോൾ അറിയണം, അല്ലാഹുവിന്റെ അദാബ് വരാതിരിക്കാനുള്ള ഒരു കാരണം കന്നുകാലികളാണ്, ഒരു കാരണം പിഞ്ചോമന പൈതങ്ങളാണ്. പാല് കുടിക്കുന്ന പിഞ്ചു പൈതങ്ങൾ, 2 വയസ്സിൽ താഴെ പ്രായമുള്ള പിഞ്ചു മക്കൾ എന്ത് തെറ്റ് ചെയ്തു? ആ പിഞ്ചു മക്കൾക്ക് ഉമ്മ
ഈമാൻ നഷ്ടപ്പെടാതിരിക്കാനാണ് അള്ളാഹുവിന്റെ പള്ളികളിൽ വടിപിടിച്ച് നടന്നു ചെന്നിട്ട്, കാലി വേച്ച് നടന്നു ചെന്നിട്ട് സുബഹി നിസ്കാരത്തിനും ഇശാഇനും മഗ്രിബിനും അസ്റിനും ദുഹറിനും അള്ളാഹുവിന്റെ മസ്ജിദുകളെ സജീവമാക്കുന്ന നിസ്കാരക്കാരായ ആളുകളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൂമിയെ എന്നോ പിളർത്തുകയും തെറ്റുകാരം മുഴുവനും ഞാൻ അതിനുള്ളിലേക്ക് കൂപ്പ് കുത്തിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്ന പരിശുദ്ധമായ ഖുദ്സിയായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് സുബഹി നിസ്കാരം ആരെങ്കിലും ജമാഅത്തായി നിസ്കരിച്ചാൽ അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ഇതൊരു വലിയ സൗഭാഗ്യത്തെ നമ്മുടെ വാതുകൊണ്ടൊക്കെ ചില അപജയങ്ങൾ സംഭവിക്കുന്നതിൽ അങ്ങനെയായിരിക്കും. പാതിരാ വാതുകളൊക്കെ ആവുമ്പോ വാതൊക്കെ കേട്ട് കരഞ്ഞ് എന്നിട്ട് പിന്നെ സുഖീകതായി നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഇന്നൊരു 8 മണിക്ക് കൃത്യം തുടങ്ങണം. എനിക്ക് 10:30 നിർബന്ധമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി സമയം തുടങ്ങാൻ വൈകിയില്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ 10:45 15 മിനിറ്റ് 10:30 ഇവിടുത്തെ യാത്ര പോയാലേ നമ്മുടെ നേരത്തെ എല്ലാ വേളകളും ഞാനൊരു ഉപദേശം നൽകാനൊന്നും ആളല്ല, പക്ഷെ ഒരു അഭിപ്രായം പറയാലോ. ഇവിടെ ഏത് നാട്ടിൽ വേദണ്ടെങ്കിലും 7-8 മണിക്ക് തുടങ്ങാൻ പറ്റുമോ? 10-10:30 അവസാനിച്ച് വീടുകളിലേക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങി ദാഹിച്ചതെങ്കിലും ഖിയാമുല്ലയിലെങ്കിലും കിട്ടുന്ന രീതിയിൽ സുബഹിക്ക് മുമ്പെങ്കിലും എഴുന്നേൽക്കാൻ പറ്റുന്ന രീതി. വിശ്രമം വേണ്ടേ? എപ്പോഴല്ലേ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും? 8 മണി 3 മണിക്കൊക്കെ വാത് കഴിഞ്ഞ് പോയി സുബഹിസ്കരിക്കാതെ കിടന്നാൽ ആ ചെയ്ത നന്മയ്ക്ക് ബാത്തിലായില്ലേ? നമ്മുടെ എല്ലാ നാടുകളിലും എന്റെ അപേക്ഷ അതാണ്. കാരണം സംഘാടകന്മാർ എന്ത് ചെയ്യണം? എനിക്ക് ടൈം പങ്ക്ച്വലായിരിക്കും. നമ്മൾ സമയം കൃത്യമായിരുന്നു. 8 മണി എന്ന് പറഞ്ഞാൽ അത് 8:01 ആവരുത്. 7:59 തുടങ്ങണം. ആൾക്കാർ വന്നാലും ഇല്ലെങ്കിൽ ഇനിയെങ്കിലുമുള്ള വാദകൾ അങ്ങനെ കൃത്യസമയം പാലിച്ച് നമ്മളൊരു 10:30 ആകുമ്പോഴേക്ക് അവസാനിച്ചാൽ എന്ത് റാഹത്താണ്. കുട്ടികളെയും തോളിൽ സ്വപ്നമാകുന്നത് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒരു മനുഷ്യന് സഹിച്ചേക്കാം. 4-5 മണിക്കൂറൊക്കെ ആയി നീട്ടിക്കൊണ്ടുപോയി ഒരുപാട് നേരം തളർന്ന് കാല് വേച്ച് വീടുകളിലേക്ക് എത്തി തളർന്ന് കിടന്നുറങ്ങി സുഖി നഷ്ടപ്പെട്ടാൽ ഇത് എന്തായതുകൊണ്ടൊക്കെ കാര്യം. അതുകൊണ്ട് നമ്മുടെ വാദിന്റെ ടൈമിംഗ് കൃത്യമായി മാറ്റേണ്ട സമയമായിട്ടുണ്ട്. കൃത്യമായി 8 മണിക്ക് തുടങ്ങാൻ നിർബന്ധമായി 10-10:30 ആകുമ്പോഴേക്ക് അവസാനിക്കുക. അപ്പോഴേ നമ്മൾ ആ പറഞ്ഞത് ഉപകാരപ്പെടാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വലിയ കുറ്റം സംഭവിച്ചു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ 8 മണിക്ക് തുടങ്ങാനുള്ള സെറ്റപ്പിലാണ് ഇവിടെ എത്തിയത്. പക്ഷെ ആളുകൾ എത്തിക്കണ്ടില്ല. ആ ഒരു വിഷയത്തിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ കാലിക്കസേര വേദോടെ എനിക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷെ സംഘാടകർക്ക് ഒരു വിഷമം തോന്നിയിരുന്നു. എങ്ങനെ പുസ്തകങ്ങളോട് വേദോടെ എത്തിക്കുക? എനിക്ക് അങ്ങനെ യാതൊരു വിഷമമില്ല എന്ന് ആദ്യമായിട്ട് അറിയിക്കുകയാണ്. കാലി കസേരയാണെങ്കിൽ നല്ല മൈക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് അത്രേ ഉള്ളൂ. നല്ല മൈക്കിട്ടാൽ മതി. നിങ്ങൾ ആരോട് എണീറ്റ് പോയാലും കുഴപ്പമില്ല. ഞാൻ 2-2.5 മണിക്കൂർ പറയേണ്ട വിഷയം ഉണ്ടെങ്കിൽ പറയും. അത്രയാണ് എന്റെ പോളിസി. അപ്പൊ എവിടെയാണെങ്കിലും ഇൻഷാ അല്ലാഹ് കൃത്യമായ സമയത്ത് പറഞ്ഞത് മുഅ്മിനായ മനുഷ്യൻ കിതാബം മൗഖൂത, നമ്മുടെ ജീവിതം തന്നെ സമയം ടൈം പ്രിസ്ക്രൈബ്. നമ്മൾ വളരെ ഓൺ ടൈം ആവും. നമ്മുടെ നിസ്കാരം അങ്ങനെയാണ്, കൃത്യമാണ്. ഇന്ന സമയം കഴിഞ്ഞാൽ നിസ്കാരം ഖളാഅൻ, അതിന്റെ ഇടക്ക് ചെയ്തിരിക്കണം. അതിലും ഏറ്റവും അഫ്ളല് അവ്വലുൽ വഖ്തിൽ നിസ്കരിക്കലാണ്. നോക്കണം, സമയം കൃത്യമാണ് നമുക്ക്. എന്നിട്ട് എന്തേ നമ്മൾ കൃത്യതയില്ലാതെ പോകുന്നതാണ് വലിയ അത്ഭുതം. അതുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ നാടുകളിലും മഹല്ലുകളിൽ നിന്നൊക്കെ വന്ന ആളുകൾ സദസ്സിലുണ്ടാകും. നിർബന്ധമായും ഈ പാതിരാമാതകളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. മുമ്പത്തെ പോലെയുള്ള ജീവിതമല്ല. കൃത്യമായ ജോലിക്ക് രാവിലെ പോകുന്നവർ, സ്കൂളിൽ പോകുന്ന മക്കള്, അങ്ങനെയൊക്കെയുള്ള സമയമല്ലേ. അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം? ഇനിയെങ്കിലും ആ ഒരു കൃത്യനിഷ്ഠത പാലിച്ചാൽ വലിയ അത് ജനങ്ങൾ കണ്ടെത്തി വരണം കേട്ടോ. എന്റെ സ്വന്തം നാട്ടിൽ വാദമുണ്ടായിരുന്നു. എന്റെ നാട്ടിൽ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം 2 ദിവസത്തെ വാദമുണ്ടായിരുന്നു. എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നത്. ആദ്യത്തെ ദിവസം ഞങ്ങൾ തുടങ്ങാൻ 9 മണിയായി. ഞാൻ പറഞ്ഞു നാളെ 8 മണിക്ക് തുടങ്ങും. ആര് വന്നാലും ഇല്ലെങ്കിലും കൃത്യം 8 മണിക്ക് വാദം തുടങ്ങി. സദസ്സിൽ 30 ആളെ ഉണ്ടായിട്ടുള്ളൂ. ആയിരക്കണക്കിന് ആളുകൾ പിന്നീട് വന്നു ചേർന്നു. അരമണിക്കൂർ കഴിഞ്ഞു. വിചാരിച്ചു 8 മണിക്കൂർ 4-8:30 ആവുമല്ലോ എന്ന് വിചാരിച്ചു. അത് 8 മണിക്ക് തന്നെ തുടങ്ങി. അങ്ങനെ തുടങ്ങുമ്പോൾ പിറ്റേന്ന് കറക്റ്റ് ഓൺ ടൈം ആള് വരും. നമ്മൾ വാക്ക് പാലിച്ചാൽ അനൗൺസ്മെന്റ് ചെയ്യുന്നു. 7 മണിക്ക് വാദം എന്ന് പറഞ്ഞാൽ അത് 7:30 തുടങ്ങിയിരിക്കണം. അല്ലെങ്കിൽ 7 മണിക്ക് അനൗൺസ് ചെയ്യാൻ പാടില്ല. നുണയാണ്. നോട്ടീസിൽ എഴുതാൻ പാടില്ല. 7:30 നമ്മൾ 9:00 തുടങ്ങുള്ളൂ. അത് നുണയാണ്, കെതുവാണ്. ചെയ്യാൻ പാടില്ല. നമ്മൾ 9:00 തുടങ്ങിയിട്ട് 9:30 അപ്പോഴേ ആളുകൾക്ക് സമയത്തിന്റെ കൃത്യതയുടെ വില മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് 7 എന്ന് പറഞ്ഞ് തുടങ്ങാൻ 10:30 ആവും.
പോയി. നമ്മളത് നുണയാണ് പറയുന്നത്, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയുടെ ദിവസങ്ങളായി നടക്കുന്ന വാഴാണ്. ഇനി നാളെ ഇതിന്റെ സമാപനം നടക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അത് വലിയ വിജയത്തിലാക്കി തരട്ടെ. നമ്മുടെ ഇതിനു വേണ്ടിയുള്ള സംഭാവന നിങ്ങൾ എന്തെങ്കിലും സ്വതക്ക സന്തോഷത്തോടെ നൽകുന്നത് സ്വീകരിക്കാൻ നമ്മുടെ വളണ്ടിയർമാർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് കിശയിലേക്ക് തപ്പിയിട്ട് നല്ല ഒരു സംഖ്യ, വളരെ ചെറുത് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കി വിടരുത്. നമ്മുടെ ആഖിറത്തിലേക്കുള്ള ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതാണ് നമ്മുടെ ഖബറിലേക്ക് നാളെ വെളിച്ചമായി കിട്ടാൻ പോകുന്നത്. അതൊരു നല്ല വെളിച്ചമാവാൻ വേണ്ടി നല്ല സംഭാവന, നല്ല സ്വതക്ക കൊടുക്കുക. എല്ലാവരും ആരും വിട്ടുപോകണ്ട. ഓരോ ഖലീലൻ യസീറൻ, നമുക്ക് കുറച്ചേ പറ്റുള്ളൂ എങ്കിൽ അത്രയാവട്ടെ. എന്തായിരുന്നാലും വലിയൊരു സഹായം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായി തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅ, ആരെങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ, ഇവിടെ സുബ്ഹി നിസ്കാരത്തായിട്ട് നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ഇത് എന്റെ ആളാണ്, അവന്റെ പ്രൊട്ടക്ഷൻ ഞാൻ കൊടുക്കും. അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ലാ യത്ലുബന്നകുമുല്ലാഹു മിൻ ദിമ്മതിഹി ബിശൈഇൻ. സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച ഒരാളെ നിങ്ങൾ ഗീബത്ത് പറയാനോ ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടാക്കാനോ ചെല്ലരുത്. കാരണം അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ കഴിയുന്ന ആളാണ്. അവർ ഉപദ്രവിച്ചാൽ അതിന്റെ പ്രതികാരം ആര് ചെയ്യും? അല്ലാഹു ചെയ്യും. അതുകൊണ്ട് സുബ്ഹി നിസ്കാരം ജമാഅത്തായി ചെയ്യുന്നവർക്ക് അല്ലാഹു തആല അവന്റെ ഉത്തരവാദിത്വം കൊടുക്കും. അവന്റെ ഉത്തരവാദിത്വത്തിലാണ്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആരെങ്കിലും സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചവരെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ അല്ലാഹു അവരെ പിടികൂടും. ومن طلبه من ذمته بشيء أدركه ومن أدركه أهلكه. അല്ലാഹു അവരെ നശിപ്പിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രണ്ടാമത് വിജയ വഴിയിലേക്ക് കടക്കുമ്പോൾ നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധമായ നിസ്കാരം കൃത്യമായി കൊണ്ട് നടക്കുന്നവരാവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മൂന്നാമത്തേത്, ഈ ലോകത്ത് നമുക്ക് അല്ലാഹു നൽകിയ സ്വർഗത്തിന്റെ 2 വാതിലുകളുണ്ട്. ആ 2 വാതിലുകളും അടയുന്നതിന് മുമ്പ്, ആ 2 വാതിലുകളും കൊട്ടി അടക്കപ്പെടുന്നതിന് മുമ്പ് ആ വാതിലിലൂടെ സ്വർഗം കടക്കാൻ ശ്രമിക്കുക. മൂന്നാമത് നമുക്ക് ചെയ്യാനുള്ള വിജയത്തിന്റെ വഴി അതാണ്. എന്താണ് ആ വാതിലുകൾ? മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചുപോയപ്പോ മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞു പോയി, വല്ലാതെ വിഷമിച്ച് കരഞ്ഞുപോയി. ആളുകൾ ചോദിച്ചു, മാലിക് ഇബ്നു ദീനാർ എന്നവരെ നിങ്ങൾ ഇങ്ങനെ കരയുകയാണോ? വല്ലാത്ത കരച്ചിലാണല്ലോ ഇത്. എന്റെ ഇത്ര സങ്കടപ്പെടാൻ ഞങ്ങൾക്കൊക്കെ ഉപ്പമാര് മരിക്കുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങൾ വല്ലാത്ത സങ്കടം, എന്തെന്നില്ലാത്ത വിഷമം, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്നവരുടെ മറുപടി, കാനലി ബാബാൻ ഫഉഗ്ലിഖ ദൂന 2 വാതിലുകൾ ഉണ്ടായിരുന്നു എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ. ആ 2 വാതിലുകൾ എന്റെ ഉമ്മയും എന്റെ ഉപ്പയുമായിരുന്നു. ആ 2 വാതിലുകളിൽ എന്റെ ഉമ്മ എന്ന ഒരു വാതിൽ അടയപ്പെട്ടു കഴിഞ്ഞു. ഇനി എനിക്ക് ഒരു വാതിലേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത് എന്ന് ഉമ്മയുടെ മരണം നടന്നപ്പോ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഉമ്മ മരിച്ചു പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ അറിയുക ഉമ്മയുടെ വില, ഉമ്മ ഉള്ള വീടിന്റെ വില. ഉമ്മ അവിടെ നിന്ന് മരിച്ചു പോകുമ്പോഴാണ് അറിയുക, പടച്ചവനെ എന്റെ ഉമ്മ ഉണ്ടായിരുന്നപ്പോ ഈ വീടിനൊരു വെളിച്ചമുണ്ടായിരുന്നു, ഈ വീടിന് ആക്കമുണ്ടായിരുന്നു. ഉമ്മ മരിച്ചു പോയപ്പോ ഈ വീട് വിജനമായ പോലെ, ഈ വീട് ശൂന്യമായ പോലെ, ഉപ്പ മരിച്ചു പോയപ്പോ ഈ വീടിന്റെ വെളിച്ചം കെട്ട പോലെ. മാതാപിതാക്കൾ सबसे बड़ी है नेमत, सच पूछिए तो ये है दोनों खुदा की दौलत. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ കൈകളിലെ പൈസയല്ല. അള്ളാഹു നൽകുന്ന സമ്പാദ്യം സച്ചരിതരായ ഒരു ഉമ്മയും ഒരു ഉപ്പയും ഉണ്ടെങ്കിൽ അതെത്ര വലിയ ഭാഗ്യമാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്ത് ജീവിക്കുന്ന മക്കളാവാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാനും ചുരുക്കുകയാണ്. നീണ്ട ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. 3 ആളുകളുടെ യാത്രയാണത്. യാത്ര പോയിട്ടൊരു ഗുഹാമുഖത്ത് ചെന്ന് അവരഭയം തേടിയിട്ട് ആ ഗുഹാമുഖത്തേക്ക് വലിയൊരു പാറക്കല്ല് വന്ന് വീണത്. ഇമാം ബുഖാരി തങ്ങളും സുനന്റെ ഇമാമിങ്ങളും സഹീഹുകളിലും ഒക്കെ വന്നിട്ടുള്ള ഹദീസ്. ആ പാറക്കല്ല് അടഞ്ഞ് ഗുഹക്കുള്ളിൽ അകപ്പെട്ട 3 ചെറുപ്പക്കാർ മഴയും ഇടിയുമുള്ള നേരത്ത് അഭയം പ്രാപിച്ച്
വലിയൊരു പാറക്കല്ല് വന്ന് ഗുഹാമുഖത്ത് വന്നടഞ്ഞപ്പോ, ആ മലയിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ഗുഹാമുഖത്ത് രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോ ഓരോരുത്തരും അവനവന്റെ താൻ ചെയ്ത നന്മകൾ ചെയ്ത് തവസ്സുൽ ചെയ്ത അല്ലാഹുവിനോട് ദുആ ചെയ്ത സംഭവം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാളിന്റെ കഥ പറഞ്ഞതിൽ ഒരാൾ പറഞ്ഞ വാക്ക്, അല്ലാഹുവേ, എന്റെ മാതാപിതാക്കളോട് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. ഞാൻ ആടുകളെ പാല് കറന്നുകൊണ്ടുവന്ന് എന്റെ ഉമ്മയെ കുടിപ്പിച്ചിട്ട് എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടിക്കാൻ കൊടുക്കൂ. പക്ഷെ അന്നൊരു ദിവസം എന്റെ ആടുകൾ വഴിതെറ്റിപ്പോയി. അവരെ തെരഞ്ഞു നടന്ന് അവസാനം ഞാൻ പാല് കറന്നു വന്നപ്പോഴേക്കും എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഉറങ്ങിപ്പോയിരുന്നു. എന്റെ മക്കൾ കാല് പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. വിശന്നിട്ടുപ്പാ കുടിക്കാനാ പാല് തരൂ. എന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഉമ്മ കുടിക്കാതെ നിങ്ങൾക്ക് ഞാനത് തരില്ല എന്ന് ഞാൻ പറഞ്ഞു. ഉമ്മ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന ഉമ്മയെ ഉണർത്തുന്നത് അദബുകേടാണ്. അതുകൊണ്ട് ഉമ്മയുടെ അരികത്ത് പാലിന്റെ പച്ചശകവുമായി, ആ പാലിന്റെ പാത്രവുമായി ഞാൻ ഇങ്ങനെ കാത്തിരുന്നു. നേരം പുലരുമ്പോഴാണ് ഉമ്മ എഴുന്നേൽക്കുന്നത്. മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മ, ഇതാ നിങ്ങൾക്ക് കുടിക്കാനുള്ള പാല്, കുടിച്ചോളൂ ഉമ്മ. ഞാൻ ഉറങ്ങിയിരുന്നില്ല. വിശന്നു കഴിഞ്ഞ ഉമ്മ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്ന നേരം കാത്തിരിക്കുകയായിരുന്നു ഉമ്മ. മക്കൾ കുടിച്ചിട്ടില്ല, ഞാൻ കുടിച്ചിട്ടില്ല, എന്റെ ഭാര്യയും വിശപ്പടക്കിയിട്ടില്ല. അല്ലാഹുവേ, അന്ന് ആ രാത്രി ഞാൻ വിശന്ന് കിടന്നത്. അന്ന് എന്റെ ഉമ്മ കുടിച്ചതിന്റെ ശേഷമാണ് ഞാൻ എന്റെ മക്കളെ കുടിപ്പിച്ചത്, എന്റെ ഭാര്യയെ കുടിപ്പിച്ചത്, ഞാൻ പാല് കുടിച്ചത്. അല്ലാഹുവേ, ഞാനാ ചെയ്ത നന്മ എനിക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഗുഹാമുഖത്തിന്റെ മുമ്പിൽ വന്നടഞ്ഞു നിൽക്കുന്ന ഈ പാറകഷ്ണം ഞങ്ങളെ കൊണ്ട് തള്ളി മാറ്റാൻ കഴിയില്ല. റബ്ബേ, നീയായിട്ട് ഞങ്ങൾക്ക് നീക്കിത്തരണം എന്ന് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തപ്പോ ആ പാറകഷ്ണം നീങ്ങുകയുണ്ടായി എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് തന്റെ കൂട്ടുകാരായ രണ്ടാളുകൂടെ തങ്ങളുടെ അനുഭവം പറഞ്ഞപ്പോ ആ പാറയിൽ നിന്ന് അത് നീങ്ങുകയും അതിന്റെ അകത്തുനിന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്തത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കളുടെ മഹത്വം പഠിപ്പിക്കാൻ നമ്മെ പഠിപ്പിച്ചതേ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അയൽപക്കങ്ങളോട് ആളുകളുണ്ട്, മക്കളോട് മാതാപിതാക്കൾക്ക് ബാധ്യതകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഒരു പിതാവ് തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ കടപ്പാട് ആ കുഞ്ഞിന് നല്ല പേര് വെക്കണം. ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. ആ കുഞ്ഞ് ആദ്യമായി സംസാരം തുടങ്ങുന്ന നേരം ആദ്യം പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം കേൾക്കുന്നതില്ലയാണ്, അല്ലാഹു അക്ബറാണ് കേൾക്കുന്നത്. ബാങ്കിന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്തുനിന്ന് മരിക്കാൻ പോകുമ്പോ അവസാനം നമ്മളോട് ചൊല്ലാൻ കൂടെയുള്ള ആളുകൾ ഓർമ്മിപ്പിക്കുന്നതും ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യ കേട്ട ബാങ്കിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം ലോകത്ത് നിന്ന് പറയുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനിടയിൽ ജീവിക്കുന്ന കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയുള്ള ജീവിതം. അല്ലാഹുവേ, സൗഹൃദം നിറഞ്ഞ ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മക്കൾക്ക് നല്ല മാതൃകയാവാൻ ഉപ്പമാർക്ക് കഴിയട്ടെ. മക്കൾ കണ്ടുപഠിക്കുന്നത് ഉപ്പമാരെയാണ്. ഉപ്പമാരിന്ന് വഴിതെറ്റി ജീവിക്കുന്നു. കുറെ കാലം കഴിഞ്ഞ് ബോധം തെളിയും. കുറെ നേരം കഴിഞ്ഞ് ശരീരത്തിനുള്ളിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ശിക്ഷയായി അല്ലാഹു ചില രോഗങ്ങൾ കൊടുക്കുമ്പോ വാപ്പമാര് തിരിച്ചറിയുന്നുണ്ട്. അപ്പോഴാണ് മക്കളെ കുറിച്ച് ഓർമ്മ വരുന്നത്, അപ്പോഴാണ് പരലോകം ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഉപ്പമാരെ ഒരൊറ്റ സംഭവം മാത്രം പറയട്ടെ. നല്ലൊരു വാപ്പയുണ്ടായിരുന്നു. മക്കൾ ആ വാപ്പയെ കണ്ടിട്ടാണ് പഠിച്ചിരുന്നത്. ആ വാപ്പയാണ് മക്കൾക്ക് നിസ്കാരം പഠിപ്പിച്ചിരുന്നത്. വാപ്പയാണ് മക്കളെ വളർത്തിയത്. സ്വാലിഹായ വാപ്പയായിരുന്നു, നല്ല വാപ്പയായിരുന്നു. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ സംഭവമാണ്, കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നതല്ല. അനുഭവം ഉണ്ടായത്. യാ അല്ലാഹ്, ആ പിതാവിനെ കണ്ട് പഠിച്ച മക്കൾ, നല്ലവരായി വളർന്ന മക്കൾ. പക്ഷേ ഉപ്പ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ തിന്മ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. തന്റെ ഭാര്യയോ മക്കളോ കാണാതിരുന്നാൽ ഒരു വ്യഭിചാരത്തിന് അവസരം കിട്ടിയാൽ അത് ചെയ്യുന്ന വാപ്പ. എത്ര വാപ്പമാരുണ്ട് പ്രായമായി കഴിയുമ്പോ മക്കളൊക്കെ മുതിർന്ന മക്കള് പെൺമക്കളെ കെട്ടിച്ചുപോയി, ആൺമക്കൾ കല്യാണം കഴിച്ചു. വാപ്പാക്ക് അസംബിസം എന്നൊക്കെ പറയുന്ന ഒരു ബോധമില്ലാത്ത പ്രായം 70 80 ആകുമ്പോ സ്വബോധമില്ലാത്ത വാപ്പമാർ, ബോധമില്ല. എന്നിട്ട് അവസാന കാലം
വഴിയിലൂടെ പോകുന്ന പെണ്ണുങ്ങളെ കളിയാക്കുകയോ വഴിയിലൂടെ പോകുന്ന പെണ്ണുങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുകയോ, സ്ത്രീകളോടൊരു താല്പര്യം ശരീരം കൊണ്ട് അയാൾക്ക് ഒന്നിനും ആവില്ല, പക്ഷേ നാവുകൊണ്ട് പെണ്ണുങ്ങളെ വർണ്ണിക്കുകയോ സ്ത്രീകളുമായി അശ്ലീലമായ വാക്കുകൾ പറയുകയോ ചെയ്യുന്ന ദുസ്വഭാവം കൊണ്ട് ദുആയിരക്കാൻ പറയുന്ന മക്കളുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. വാപ്പാക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണ വാപ്പാക്ക് ബോധമില്ല, പക്ഷെ വാപ്പ പെണ്ണുങ്ങളുടെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. എന്തേ അതിന്റെ കാരണം എന്നറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് വ്യഭിചാരം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും എന്ന ഒരു താല്പര്യം കൽബിലുണ്ടായിരുന്നത് പ്രായമാകുമ്പോൾ അല്ലാഹു നമ്മൾ പോലും അറിയാതെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഭ്രാന്തായി കഴിഞ്ഞാൽ തോന്നിവാസം പറയുന്നവരില്ലേ? ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നവരില്ലേ? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച തിന്മകള് നമ്മൾ അറിയാതെ പുറത്തു വരുന്നു. എന്തൊരു വലിയ കഷ്ടമാണത്. ഞാൻ പറയുന്നത്, ഈ വാപ്പ മരിക്കാൻ പോകുമ്പോ ആ വാപ്പയെ കണ്ടെത്തുന്നത്, വാപ്പ മരിച്ചത് ഒരു കള്ള് ഷാപ്പിലായിരുന്നു, ഒരു 5 സ്റ്റാർ ഹോട്ടലില്, ബാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് വാപ്പ മരിക്കുന്നത്. വാപ്പയുടെ മുമ്പിൽ ഒരു കള്ളും കുപ്പി ഉണ്ടായിരുന്നു. വാപ്പയുടെ റൂമിൽ അവിടെ വന്നു പോകുന്ന വേശ്യകളായ പെണ്ണുങ്ങളാരോ കയറിറങ്ങിയിട്ടുണ്ടെന്ന് മക്കൾ അറിഞ്ഞു. തങ്ങളുടെ വാപ്പ അങ്ങനെ മരിക്കുമെന്ന് ഒരിക്കലും ഈ മക്കൾ വിചാരിച്ചിട്ടില്ല. കാരണം വാപ്പയെ കണ്ട് വളർന്ന മക്കളായിരുന്നു ഇത്. പക്ഷേ സ്വന്തം വാപ്പ കൽബിന്റെ ഉള്ളിൽ സ്കരിച്ചാണായിരുന്നെങ്കിൽ തന്നെയും തക്കം കിട്ടിയാൽ തിന്മ ചെയ്യുമെന്ന മോഹമുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അല്ലാഹു ആഖിബത്ത് നൽകിയത് വലിയൊരു സങ്കടപ്പെടുത്തുന്ന അവസ്ഥയിൽ 4 മക്കൾ വളർത്തിയ വാപ്പയാണത്. 4 മക്കളും പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പയുടെ ജനാസ കാണേണ്ടതില്ല, ഞങ്ങൾക്ക് കാണണ്ട വാപ്പയെ, ഞങ്ങൾ ആ വാപ്പയുടെ നിസ്കാരത്തിന് വരില്ല, വാപ്പയെ നിങ്ങൾ കൊണ്ടുപോയിക്കോ, നിങ്ങൾ കുളിപ്പിച്ചോ, നിങ്ങൾ കഫൻ ചെയ്ത് വാപ്പ എവിടെങ്കിലും മറവ് ചെയ്തോ, കള്ള് ഷാപ്പിൽ കിടന്ന് മരിച്ച വാപ്പയെ കാണാൻ ഞങ്ങള് മക്കള് വരില്ല, ഞങ്ങൾക്ക് വാപ്പയെ കാണണ്ട, ആ വാപ്പയെ വാപ്പയായിട്ട് പറയാൻ ഞങ്ങൾക്ക് നാണമാകുന്നു എന്ന് സ്വന്തം മക്കളുടെ നാവിലൂടെ അല്ലാഹു പറയിപ്പിച്ചു. ആ മക്കൾ വാപ്പയെ കാണാൻ പോയില്ല. മുഅ്മിനെ അറിയണം, സ്വന്തം മക്കൾക്ക് മാതൃകയാവുന്നത് നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം നന്നാകുമ്പോഴാണ്. മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ഒരു കുറവുമില്ല, ഒരു പ്രയാസവുമില്ല. ആളുകൾക്കിടയിൽ നന്നാവാൻ വല്ല പണിയുണ്ടോ? നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം ശരിയല്ലെങ്കിൽ അത് അല്ലാഹു തുറന്നു കൊണ്ടുവരും, വെളിച്ചത്തേക്ക് കൊണ്ടുവരും. ഐബാബം ഫദിഹത്താകും. അല്ലാഹുവേ, നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നല്ല മക്കളാവാനും നല്ല മക്കൾക്ക് മാതൃകയുള്ള വാപ്പമാരാവാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞ ഒരു പിടി അല്ലാഹുവിന്റെ ഹബീബിന്റെ സദുപദേശങ്ങൾ ഹൃദയം ശുദ്ധമാക്കി വെക്കുക. സൽസ്വഭാവികളാവാനും ഹൃദയം ശുദ്ധമാവാനും കഴിഞ്ഞാൽ നാളെ അല്ലാഹു അമലുകൾ തൂക്കി നോക്കുമ്പോ ഇന്ന അസ്ഖല മാ യുറാ ഫിൽ മീസാൻ ബഅദ തഖ്വല്ലാഹി ഹുസ്നുൽ ഖുലുഖ്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ തുലാസിലേക്ക് നമ്മുടെ അമലുകൾ വെക്കപ്പെടുമ്പോൾ തഖ്വ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല കനം തൂങ്ങുന്ന അമൽ നമ്മുടെ സൽസ്വഭാവമാണ്. മരിച്ചു കഴിഞ്ഞാണെങ്കിലും ആളുകൾ പറയണം, ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ല സ്വഭാവക്കാരനായിരുന്നു, ആരെയും നോവിക്കാത്ത മനുഷ്യനായിരുന്നു, ഒരാളെയും വെറുപ്പിക്കാതെ ജീവിച്ച മനുഷ്യനായിരുന്നു. മരിച്ചിട്ടെങ്കിലും പറഞ്ഞു കിട്ടണം അല്ലാഹുവേ, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും സൽസ്വഭാവികൾക്ക് നീ നൽകുന്ന മഹത്വം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണ് നമുക്കതിന്റെ മാതൃക കാണിച്ചത്. സംശുദ്ധമായ ഹൃദയമായി വിജ്ഞാനത്തിന്റെ യാത്രയിലായി നിസ്കാരം നിലനിൽക്കുന്നവരായി, നല്ല ഉപ്പമാരായി, നല്ല ഉമ്മമാരായി, നല്ല സഹോദരനായി, നല്ലൊരു സഹോദരിയായി അവൻ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിച്ച് ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. മക്കളും സമ്പത്തും ഉപകാരപ്പെടാത്ത ഒരു നാളിൽ സംശുദ്ധമായ കറകളഞ്ഞ വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ലാത്ത ഹൃദയവുമായി ആരാണോ വന്നത് അവർക്കേ നാളെ രക്ഷപ്പെടാൻ കഴിയുമത്രേ. ആഹുവിധി ഞങ്ങൾക്കത് നൽകണേ തമ്പുരാനെ. ഹൃദയം ശുദ്ധിയാവുക, കൽബിന്റെ ഉള്ളിൽ പകയില്ലാതിരിക്കുക, ഹൃദയത്തിനുള്ളിൽ വൈരാഗ്യമില്ലാതിരിക്കുക, ഹൃദയത്തിനുള്ളിൽ നന്മയോടുള്ള സ്നേഹവും തിന്മയോടുള്ള വെറുപ്പും ഉണ്ടാവുക. അല്ലാഹു അത് ഈമാനിന്റെ അടയാളങ്ങളിൽ പറഞ്ഞു. അല്ലാഹുവേ, നന്മ ഇഷ്ടപ്പെടാനും
മഹബത്ത് ലഭിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് തെറ്റ് ചെയ്തു പോയി റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പ് തന്നില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകും റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ اللهم اغفر لنا وارحمنا ولوالدينا. ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക്, മശായിഖന്മാർക്ക് ദീൻ പഠിക്കാൻ ഞങ്ങളെ സഹായിച്ചവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടുകാര്, സുഹൃത്തുക്കള്, ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചവര്, ഒരുപാട് ഞങ്ങളറിയാതെ ഞങ്ങളെ സ്നേഹിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന മുഅ്മിനാത്തുകൾക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ദുആ ചെയ്യാൻ വസിബേ, എല്ലാം അറിയുന്നവനെ, എല്ലാം കേൾക്കുന്നവനെ, എല്ലാവരുടെ മുറാദുകളും സഫലമാക്കണേ റഹ്മാനെ. ഇരട്ട കുട്ടികളായ 7 or 8 വയസ്സുള്ള 2 കുട്ടികൾ ക്യാൻസർ ബാധിച്ച വിഷമത്തിലാണ്. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ റബ്ബേ. ആ കുട്ടികളുടെ ഉപ്പ മരിച്ചുപോയ ആ കുട്ടികൾക്ക് ഉമ്മയുണ്ട്, ഉമ്മാക്കും ഗുരുതരമായ രോഗമുണ്ടെന്ന വിഷമത്തിലാണ്. അല്ലാഹുവേ, നീ ആ ഉമ്മാക്കും ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുആ ഇറക്കാൻ ആരൊക്കെ ഏതെല്ലാം മീഡിയകളുടെ ഫോൺ ചെയ്തിട്ടും അല്ലാതെയും സുഹൃത്തുക്കളോട് ഓരോരുത്തരോടും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒക്കെ ദുആ വസിയത്തുകളുണ്ട്. മജ്‌ലിസുകളിൽ ഉള്ള ദുആ വസിയത്തുകൾ അതൊന്നും ഏൽപ്പിക്കാതെ സ്വന്തം കൽബിൽ കടിച്ചിറക്കി നിൽക്കുന്ന വിഷമങ്ങളുണ്ട്. അല്ലാഹുവേ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന മജ്‌ലിസായി ഈ മജ്‌ലിസിനെ നീ മാറ്റിത്തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൂറ് നൽകണേ അല്ലാഹ്. ഹൃദയത്തിന് വെളിച്ചം നൽകണേ തമ്പുരാനെ. നിന്നറിയാനുള്ള ഇൽമ്, അതിന്റെ വഴികൾ ഞങ്ങൾക്ക് എളുപ്പമാക്കണേ തമ്പുരാനെ. നിന്നിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മുത്തഖീ